ശരാശരി വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ് അല്ലേ? എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്താണ് ശരാശരി എന്ന് പറഞ്ഞാൽ? ശരാശരി ആവറേജ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ആകെ തുക ബൈ ആകെ എണ്ണം ഉപയോഗിച്ചിട്ടാണ്. കുറച്ച് നമ്പറുകൾ തന്നാൽ അതിൻ്റെ ശരാശരി കണ്ടുപിടിക്കാൻ ആ നമ്പറുകളെല്ലാം കൂട്ടുക, എന്നിട്ട് ആ നമ്പറിൻ്റെ എണ്ണം കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യുക. ഇത്രയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലേ? ആവറേജ് കണ്ടുപിടിക്കാൻ സം ബൈ നമ്പർ എന്ന് പറഞ്ഞ ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. തുക ബൈ എണ്ണം അല്ലേ? ആകെ തുക ബൈ ആകെ എണ്ണം എന്ന് പറഞ്ഞാൽ എന്തായി? ആവറേജ് ആയി. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ? അപ്പോൾ ഇവിടെ കാണുന്ന നമ്പറുകളുടെ ആവറേജ് 100, 200, 300, 400, 500 എന്ത് ചെയ്യണം? ഇതെല്ലാം കൂടെ കൂട്ടണം, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? ഇതെല്ലാം കൂടെ കൂട്ടിയാൽ 300, 300, 600, 1000, 1500. 1500നെ നമ്മൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എത്ര കിട്ടും? ഇത് കട്ട് ചെയ്ത് കളഞ്ഞാൽ 3 കിട്ടും, 300 എന്ന് വരും ഇവിടെ. അപ്പം ശരാശരി 300 ആണ് അല്ലേ? ശരാശരി 300 ആണ്. ഇതാണ് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം അല്ലേ? ഇനി നിങ്ങൾ ഇതിനകത്തൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. ഈ സാധനം എന്തെങ്കിലും കാണുന്നുണ്ടോ? 100, 200, 300, 400, 500 ഒരു നിശ്ചിതമായിട്ടുള്ള ഡിഫറൻസ്, പൊതുവ്യത്യാസമുള്ള തുടർച്ചയായിട്ടുള്ള സംഖ്യകളാണ് ഇതെല്ലാം അല്ലേ? 100 കഴിഞ്ഞ് 100 കൂട്ടിയാൽ 200 കിട്ടും, വീണ്ടും 100 കൂട്ടിയാൽ 300 കിട്ടും, 100 കൂട്ടിയാൽ 400, പിന്നെ 100 കൂട്ടിയാൽ 500. അപ്പോൾ തുടർച്ചയായിട്ടുള്ള ഒരു പൊതുവ്യത്യാസമുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സംഖ്യകളാണ് ഇത് എങ്കിൽ അതിനെ നമ്മൾ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ എഴുതുക. അങ്ങനെ എഴുതിയാൽ കിട്ടുന്ന നടുക്കിലത്തെ സംഖ്യയാണ് നമ്മൾ ആവറേജ് എന്ന് പറയുക. 300നെയാണ് നമ്മൾ ശരാശരി എന്ന് പറയുന്നത്. നടുക്കിലത്തെ സംഖ്യ എടുക്കണം എന്നുണ്ടെങ്കിൽ അത് നടുഭാഗമായാൽ, മിഡിൽ പോയിന്റ് ആയാൽ അതിന്റെ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും എത്ര നമ്പർ വേണം? തുല്യമായിട്ടുള്ള സംഖ്യകൾ വേണം കേട്ടോ. ഇവിടെ 2 സംഖ്യകളുണ്ട്, ഇവിടെ 2 സംഖ്യകളുണ്ട്. അങ്ങനെയാണെങ്കിലേ 300നെ നമുക്ക് ശരാശരി എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, നടുക്ക് വരുന്നത്. ഇനി അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ ആ സംഖ്യകളുടെ എണ്ണം എത്രയായിരിക്കണം? ഒരു ഒറ്റ സംഖ്യ ആയിരിക്കണം. ആ സംഖ്യകളുടെ എണ്ണം ഒരു ഒറ്റ സംഖ്യ ആയിരിക്കണം. നോക്കി നോക്കൂ നിങ്ങൾ. 1, 2, 3, 4, 5, അതേപോലെ 7, 3, 11, 19, അങ്ങനെ ഒറ്റ സംഖ്യയായിട്ടുള്ള എണ്ണം വരുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് നടുക്ക് ഒരു സംഖ്യ കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, തുടർച്ചയായിട്ടുള്ള സംഖ്യകളുടെ ആവറേജ് നടുക്ക് വരുന്ന സംഖ്യ എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ആ എണ്ണം ഒരു ഒറ്റ സംഖ്യ ആയിരിക്കണം. എണ്ണം കേട്ടോ, സംഖ്യകളല്ല, എണ്ണം. ഓക്കെ, ഇനി ഇരട്ട സംഖ്യ ആണെങ്കിലോ എന്താ സംഭവിക്കുക? അപ്പം 100, 200, 300, 400 ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കുക. 500 ഇല്ല. ഇതിൽ ഇരട്ട സംഖ്യകളാണ് എണ്ണം അല്ലേ? അപ്പം എന്താ ചെയ്യുക നമ്മൾ? 5 ഗുഡ് മോർണിംഗ്. ഒറ്റ സംഖ്യകളാണ് എണ്ണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതിയാൽ ഇതിന് നടുക്കായിരിക്കും. ഇവിടെയാണല്ലോ നടുഭാഗം എന്ന് പറയുന്നത് അല്ലേ? അതിന്റെ നടുക്കായിരിക്കും ശരിക്കും ഈ ആവറേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ മതി. നടുക്ക് എന്നുള്ള ആ സ്ഥാനം നിങ്ങൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആ നടുഭാഗം കിട്ടും. എത്രയാ വരിക? 200ന്റെയും 300ന്റെയും പകുതി. 200 + 300 500. 500ന്റെ പകുതി 250 ആയിരിക്കും ഇതിന്റെ ആവറേജ്. 250 ആയിരിക്കും ഇതിന്റെ ആവറേജ്. ശരിയല്ലേ? ഇനി ഇതല്ലാണ്ട് തുടർച്ചയായിട്ടുള്ള ഇതുപോലെ പൊതുവ്യത്യാസം, ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള പൊതുവ്യത്യാസമുള്ള ഒരു സംഖ്യകളാണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ ആവറേജ് കണ്ടുപിടിക്കാൻ വേറെ എന്തു ചെയ്യാം? നമുക്ക് ആദ്യത്തെ സംഖ്യ പ്ലസ് അവസാനത്തെ സംഖ്യ ബൈ 2 ചെയ്യാം. അങ്ങനെ ചെയ്താൽ മതി. ആദ്യത്തെ സംഖ്യ പ്ലസ് അവസാനത്തെ സംഖ്യ ബൈ 2 ചെയ്താലും എന്ത് കിട്ടും? നമുക്ക് ശരാശരി കിട്ടും. നോക്കി നോക്കിയേ. 100 + 500 600. 600 ബൈ 2 300. ശരാശരി 300 അല്ലേ? ഇവിടെയും അങ്ങനെ തന്നെ ചെയ്യാം നിങ്ങൾക്ക്. 100 + 400 ബൈ 2. 500 ബൈ 2 250. പൊതുവ്യത്യാസമുള്ള തുടർച്ചയായിട്ടുള്ള സംഖ്യകളാണെങ്കിൽ അതിന്റെ ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും കൂട്ടിയിട്ട് നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലും ശരാശരി കിട്ടും. നടുക്കുള്ള കൃത്യമായിട്ടുള്ള സംഖ്യ കണ്ടുപിടിച്ചാലും ശരാശരി കിട്ടും. ആ നടുക്ക് എന്ന് പറയുന്ന സംഖ്യ നമുക്ക് തന്നിട്ടുള്ള സംഖ്യകളിൽ ഒരു സംഖ്യ ആവണം എന്നുണ്ടെങ്കിൽ എണ്ണം, ആ സംഖ്യകളുടെ എണ്ണം ഒരു ഒറ്റ സംഖ്യ ആയിരിക്കണം. ഇരട്ട സംഖ്യ ആണെങ്കിൽ നടുക്ക് നമുക്ക് കിട്ടുന്ന ഒരു സംഖ്യ നമുക്ക് തന്നിട്ടുള്ള സംഖ്യകളിൽ ഉണ്ടാവില്ല. അപ്പൊ അതിന്റെ ഇടയ്ക്കുള്ള ഒരു സംഖ്യ നമ്മൾ വേറെ കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കി വയ്ക്കുക. വെറും നമ്പേഴ്സിന്റെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നമ്പേഴ്സിന് ഈസി ആയിട്ട് തുടർച്ചയായിട്ടുള്ള സംഖ്യകളിൽ ആവറേജ് കണ്ടുപിടിക്കാൻ
ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? ഇവിടെ ഈ 100ഉം 500ഉം കൂട്ടിയാൽ മാത്രമല്ല നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 300 കിട്ടുക. ഏത് കൂട്ടിയാലും കിട്ടും, 200ഉം 400ഉം അല്ലേ? കൂട്ടിയിട്ട് ഡിവൈഡ് ചെയ്താലും കിട്ടും കേട്ടോ. 200ഉം 300ഉം കൂട്ടിയാൽ 250 കിട്ടും എന്ന് പറഞ്ഞ പോലെ തന്നെ 100ഉം 400ഉം കൂട്ടിയാലും ഡിവൈഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 250 കിട്ടും. ഓക്കെ, അതൊക്കെ നിങ്ങൾ ഇതിനകത്ത് ഓർത്ത് വെച്ചോളൂ. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ ആണല്ലോ? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണല്ലോ? ആർക്കും സംശയമൊന്നുമില്ലല്ലോ? ഉണ്ടെങ്കിൽ പറയണം. യെസ്, ക്ലിയർ ആണ്. നോക്കൂ, നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിനകത്തുള്ളൊരു ചോദ്യമാണിത്. SCERTനെ വളരെ നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കണേ. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ SCERT ആവറേജ് അങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് SCERT ക്വസ്റ്റ്യൻ അതേപോലെ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ പരീക്ഷയിൽ. റീസെൻ്റ് ആയിട്ടുള്ള പരീക്ഷയിൽ 23-24 കാലഘട്ടത്തിൽ തിങ്കൾ മുതൽ വെള്ളി വരെ ക്ലാസ്സിൽ ഹാജരായ കുട്ടികളുടെ എണ്ണമാണ് ഈ തന്നിട്ടുള്ളത്. 34, 35, 32, 33, 31. ഓരോ ദിവസവും ശരാശരി എത്ര കുട്ടികളാണ് ക്ലാസ്സിൽ വന്നതെന്ന് ചോദിച്ചാൽ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ? ഇത് തുടർച്ചയായിട്ടുള്ള സംഖ്യകളാണോ എന്ന് നോക്കി നോക്കി. ഏറ്റവും ചെറുത് 31, പിന്നെ 32, പിന്നെ 33, പിന്നെ 34, പിന്നെ 35. തുടർച്ചയായിട്ടുള്ള സംഖ്യകളാണ്. അപ്പം നടുക്കുള്ള ആളായിരിക്കും ശരാശരി അല്ലേ? തുടർച്ചയായിട്ടുള്ള സംഖ്യകളാണ്, അപ്പം നടുക്കുള്ള ആളായിരിക്കും ശരാശരി. അതാ എഴുതി നോക്കുക കേട്ടോ. അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ, കൂടുന്ന ഓർഡറിലോ കുറയുന്ന ഓർഡറിലോ, ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ നോക്കുക, എഴുതുക. എഴുതിയിട്ട് നടുക്കുള്ള ആളെ പിടിക്കുക. അതേതാണ് ശരാശരി. ഓക്കെ അല്ലേ? കൺഫ്യൂഷൻ ഇല്ലല്ലോ? ഈ കൂട്ടി നോക്കിയിട്ടും ചെയ്യാം കേട്ടോ. 31 + 35 66. 66നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? 33 കിട്ടും. ഓക്കെ അല്ലേ? ക്ലിയർ? അപ്പോൾ ഇത് ബേസിക് ആയിട്ടുള്ള നമ്പറിന്റെ ശരാശരി കണ്ടുപിടിക്കുക എന്നുള്ള അർത്ഥമാണ് നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കും, ആ കൺസെപ്റ്റും പഠിച്ചു വെക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ ഒരു കൺസെപ്റ്റിലേക്ക് വരും. 2 ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഇവിടെ പറയാം. നോക്കാം. ഒരു ക്ലാസ്സിൽ 30 കുട്ടികളുണ്ട്. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. പുതിയ ആളുകൾ ഉണ്ടാവും. പുതിയ ആളുകൾക്ക് നമ്മുടെ രീതികൾ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിന്റെ സ്റ്റൈലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ സമയമെടുക്കും. അപ്പോൾ അങ്ങനെയുള്ള സംശയങ്ങളുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക, ഇയാളിത് എന്താ ഈ പറയണത്, ഞങ്ങൾക്കൊന്നും മനസ്സിലാവണില്ലല്ലോ. അങ്ങനെ നിങ്ങൾ വിചാരിച്ചിരിക്കരുത്. അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ പറയുക അപ്പം തന്നെ. ഓക്കെ, ഇതൊന്നും മനസ്സിലാവണില്ല എന്ന് പറയാം. അങ്ങനെ പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് ശരിയാക്കാം. യെസ്, ഓക്കെ. ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ഇതൊക്കെ SCERT ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരു ക്ലാസ്സിൽ 30 കുട്ടികളുണ്ട്. ഒരു ചികിത്സാ സഹായ നിധിയിലേക്ക് ക്ലാസ്സിൽ നിന്നും 1200 രൂപ സംഭാവനയായി കൊടുക്കാൻ തീരുമാനിച്ചു. എല്ലാവരും തുല്യമായ തുകയാണ് കൊടുക്കേണ്ടത്. എങ്കിൽ ഒരു കുട്ടി എത്ര രൂപ വീതം കൊടുക്കണം? ഒരു കുട്ടി എത്ര രൂപ വീതം കൊടുക്കണം? എത്ര രൂപ വീതം കൊടുക്കണം? ടോട്ടൽ എത്രയാണോ കൊടുക്കാൻ തീരുമാനിച്ചത് അതിനെ 30 കൊണ്ട്, കുട്ടികളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1200നെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 40 എന്ന് കിട്ടും. 40 രൂപയാണ് കൊടുക്കാൻ തീരുമാനിച്ചത് അല്ലേ? അപ്പോൾ ഇവിടെ എല്ലാവരും ഓരോരുത്തരും 40 രൂപ സംഭാവനയായിട്ട് കൊടുത്തു. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ ചോദിക്കട്ടെ. വേറൊരു കാര്യം കൂടെ. ഒരു ക്ലാസ്സിൽ ഇപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ ഒരു വികസന ഫണ്ട് പിരിക്കാന്ന് വിചാരിക്കാം. അപ്പോൾ അവിടെ പിരിക്കുമ്പോൾ കുട്ടികളോട് പറയുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൈസ കൊണ്ടുവന്നാൽ മതി. എത്ര രൂപയാണോ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത് അത്രയും രൂപ കൊണ്ടുവന്നാൽ മതി എന്ന് പറയാമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഒരാൾ 10 രൂപ കൊടുത്തു, ഒരാൾ 100 രൂപ കൊടുത്തു, ഒരാൾ 90 രൂപ കൊടുത്തു, ഒരാൾ 50 രൂപ കൊടുത്തു, ഒരാൾ 75 രൂപ കൊടുത്തു, ഒരാൾ 25 രൂപ കൊടുത്തു, ഒരാൾ 150 രൂപ കൊടുത്തു. ഓക്കെ, ഇത്രയും തുകയാണ്, ഇത്രയും സംഖ്യകളാണ് ഓരോ കുട്ടികളും വീതം കൊടുത്തു. എത്ര കുട്ടികളുണ്ട്? 1, 2, 3, 4, 5, 6, 7. നമുക്കൊരു നമ്പർ റൗണ്ട് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇത്രയും കുട്ടികൾ ഇത്രയും തുകയാണ് കൊടുത്തതെന്ന് വിചാരിക്കും. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 കുട്ടികളുണ്ട്. ഇത്ര രൂപയാണ് കൊടുത്തത്. ഓരോരുത്തരും ഇത്ര രൂപയാണ് കൊടുത്തത്.
അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ നിന്ന് എത്ര രൂപ കളക്ട് ചെയ്തു എന്നറിയാൻ നമ്മൾ എന്താ ചെയ്യുക? ഇതെല്ലാം കൂടെ കൂട്ടും അല്ലേ? 100, 200, 300, 400, 500, 600, 700. ക്ലാസ്സിൽ നിന്ന് മൊത്തം 700 രൂപയാണ് കിട്ടിയത്. കൂട്ടിയത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. ക്ലാസ്സിൽ നിന്ന് മൊത്തം 700 രൂപയാണ് കിട്ടിയത്. ശരിയാണോ? അല്ലേ? യെസ്, 700 രൂപയാണ് കിട്ടിയത്. അപ്പോൾ 10 പേരാണ് ക്ലാസ്സിലുള്ളത്. 10 പേര് 700 രൂപ കളക്ട് ചെയ്തു. നമ്മൾ ക്ലാസ്സിൽ നിന്ന് ടീച്ചർ പറയാണ് എൻ്റെ ക്ലാസ്സിൽ നിന്ന് ശരാശരി എത്ര രൂപ കിട്ടിയെന്ന് പറയും ടീച്ചർ? ഈ 700നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എൻ്റെ ക്ലാസ്സിൽ നിന്ന് ശരാശരി 70 രൂപ കിട്ടിയെന്ന് പറയും. ഓക്കെ, ക്ലാസ് ടീച്ചർ പറയാണ് എൻ്റെ ക്ലാസ്സിൽ നിന്നും ശരാശരി 70 രൂപ കിട്ടി എന്ന് പറയും. ഓക്കെ, പക്ഷെ നിങ്ങൾ നോക്കണം, ഓരോരുത്തരും കൊടുത്ത തുക 10 രൂപ കൊടുത്ത ആളുകളുണ്ട്, 150 രൂപ കൊടുത്ത ആളുകളുണ്ട്, അല്ലെ? 90 രൂപ കൊടുത്ത ആളുകളുണ്ട്, 75, 25, 80, 20, അങ്ങനെ പല തുകകളാണ് കുട്ടികൾ കൊടുത്തത്. പക്ഷെ നമ്മൾ അവസാനം എന്ത് പറഞ്ഞു? ശരാശരി 70 രൂപയാണ് കൊടുത്തത് എന്ന് പറഞ്ഞു, അല്ലെ? അപ്പൊ ഈ 70 രൂപ, 700, ഈ 10, ഇതെന്താണ് നമ്മൾ ചെയ്യുന്നത് ശരിക്കും? ഈ 10 പേർക്കും ഈ 700 രൂപ തുല്യമായി വീതിച്ച് നമ്മൾ എന്താക്കി മാറ്റി? ഓരോരുത്തർക്കും 70 രൂപ എന്നാക്കി മാറ്റി. അപ്പൊ ശരാശരിയുടെ ഒരു കൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതാണ് ശരാശരി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. എന്താ ശരാശരി എന്ന് പറഞ്ഞാൽ? നമ്മുടെ കയ്യിലൊരു തുകയുണ്ട്, കുറേ സംഖ്യയുണ്ട് വിചാരിക്കുക. ആ സംഖ്യയെ കുറെ ആളുകൾക്ക് ഡിവൈഡ് ചെയ്യണം. ആ ഡിവൈഡ് ചെയ്യുമ്പോൾ അവരുടെ റേഷ്യോ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ തുല്യമായിട്ട് ഡിവൈഡ് ചെയ്താൽ എന്താ സംഭവിക്കുക? അതാണ് ഇവിടുത്തെ ആവറേജ്. ഓക്കെ, അതായത് നമ്മുടെ കയ്യിലുള്ള സംഖ്യ ഇപ്പൊ ഇത്രയും ആൾക്കാർ ഇത്രയും പൈസ തന്നു, 700 രൂപ നമുക്ക് കിട്ടി. ആ 700 രൂപ കിട്ടിയത് ഓരോരുത്തർക്കും നമ്മൾ എത്ര വെച്ച് കൊടുക്കുകയാണ്? 70 രൂപ വെച്ച് കൊടുത്താൽ ഇയാൾ 70, ഇയാൾ 70, അങ്ങനെ എല്ലാവരും തുല്യമായി 70 രൂപ എടുത്തു എന്നാണ് നമ്മൾ ഈ ആവറേജ് കൊണ്ട് മനസ്സിലാക്കേണ്ടത്. ശരാശരി എന്ന് പറഞ്ഞാൽ ഉള്ള സംഖ്യയെ എല്ലാവർക്കും തുല്യമായി വിഭജിച്ചു കൊടുക്കുകയാണ് എന്ന് മനസ്സിലാക്കാം. ഉള്ള സംഖ്യയെ എല്ലാവർക്കും തുല്യമായി വിഭജിച്ചു കൊടുക്കുകയാണ് ഈ ശരാശരി കൊണ്ട്, ആവറേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇതെന്തിനാ ഞാൻ ഈ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ കാറ്റഗറിയിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അല്ലെ? ഇപ്പോൾ കുറെ കുട്ടികളുടെ ആവറേജ്, ശരാശരി ഭാരം, ശരാശരി മാർക്ക്, അല്ലെ, ശരാശരി വയസ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പൊ അത് കൂടുന്നതും കുറയുന്നതും, അപ്പൊ ഒരാൾ വന്നു, ഒരാൾ പോയി, ശരാശരിയിൽ എന്ത് മാറ്റാണ് വന്നത്? പുതിയ ആളുടെ ശരാശരി എന്താണ്? പുതിയ ആളുടെ വയസ്സ് എത്രയാണ്? പുതിയ ആളുടെ വെയിറ്റ് എത്രയാണ്? അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? അപ്പൊ അതിനൊക്കെ നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട കൺസെപ്റ്റ് ഇതാണ്. ശരാശരി എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? ഉള്ള കംപ്ലീറ്റ് സംഖ്യയെ, ആകെ തുകയെ എല്ലാവർക്കുമായി തുല്യമായി വിഭജിച്ച് വീതിച്ച് കൊടുക്കുകയാണ് ശരാശരി എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇത് നിങ്ങൾ അവിടെ മനസ്സിലാക്കി വെച്ചോളൂ. ഇതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്കിത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം, നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പൊ ഇവിടെ നമ്മുടെ ആൻസർ കിട്ടി. ആവറേജ് 40 രൂപയാണ് ഒരു ക്ലാസ്സിലെ കുട്ടികൾ എടുത്തത്. ഇവിടെ എല്ലാവരും തുല്യമായിട്ടുള്ള തുകയാണ് എടുക്കേണ്ടത്, അതുകൊണ്ടാണ് 40 രൂപ വന്നത്, അല്ലെ? ഇവിടെ എല്ലാവരും തുല്യമായിട്ടുള്ള തുകയല്ല എടുത്തത്, അതുകൊണ്ട് നമുക്ക് വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ സംഖ്യയെ നമ്മൾ എല്ലാവർക്കും തുല്യമായി വിഭജിച്ച് ക്ലാസിന്റെ ആവറേജ് 70 രൂപയാണ്. ഒരു കുട്ടി 70 രൂപ ആവറേജ് ക്ലാസ്സിൽ നിന്ന് എടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ തക്ക രീതിയിൽ നമ്മൾ ആവറേജ് മാറ്റി, ആ സംഖ്യകളെ മാറ്റി. ഓക്കെ, അപ്പോൾ ഉള്ളവൻ്റെ നിന്നും ഇല്ലാത്തവന് വിഭജിച്ചു കൊടുക്കുന്ന ഒരു സോഷ്യലിസമാണ് എന്ത്? ആവറേജ് എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, റൈറ്റ്, ശരിയല്ലേ? റൈറ്റ്. അപ്പൊ നോക്കുക, ആദ്യത്തെ ചോദ്യം, നമ്മുടെ ആദ്യത്തെ ചോദ്യം. ഈ ചോദ്യങ്ങളൊക്കെ ഔട്ട്ഡേറ്റഡ് ആണ് എന്ന് വിചാരിക്കരുത്. ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ വരെ ഈ ചോദ്യങ്ങളുണ്ട്. ആവറേജിലൊക്കെ ഇതൊക്കെ തന്നെയാണ് ചോദിക്കാനുള്ളൂ, അല്ലെ? ആവറേജ് എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ ആവറേജ് തന്നെയാണ്. പുതിയതായിട്ട് വേറെ ആവറേജ് വന്നിട്ടൊന്നുമില്ല. പുതിയതായിട്ടുള്ള ചോദ്യങ്ങൾ, ക്വസ്റ്റ്യൻസ് പുതിയത് ഉണ്ടാക്കാവുന്നല്ലോ, അല്ലെ? ചോദ്യങ്ങളൊക്കെ പഴയതൊക്കെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, പഠിക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും, പക്ഷെ കൺസെപ്റ്റ് മനസ്സിലാക്കുക. നിങ്ങൾ വെറും ഒരു ഷോർട്ട് കട്ടോ അല്ലെങ്കിൽ ഒരു ഒരു ഫോർമുലയോ ഒന്നും പഠിക്കുന്നതിന് പകരം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ എങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ആദ്യത്തെ 21 എണ്ണൽ സംഖ്യകളുടെ ശരാശരി.
നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം വെച്ച് നിങ്ങൾക്ക് ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ആദ്യത്തെ 21 എന്ന് പറയുമ്പോൾ 1, 2 അവസാനിക്കുന്ന എവിടെയാ 21 വരെ അല്ലേ? നമ്മൾ എന്ത് ചെയ്യും? ശരാശരി കണ്ടുപിടിക്കാൻ ആദ്യത്തെ സംഖ്യ പ്ലസ് അവസാനത്തെ സംഖ്യ 1 പ്ലസ് 21/2 എടുത്താൽ മതി. 22/2 11 എന്ന് വന്നു അല്ലേ? 22/2 11 ശരിയല്ലേ? ഓപ്ഷൻ സി ആണ് ഉത്തരം. പക്ഷെ നമ്മൾ ഇവിടെ ഫോർമുല പഠിക്കും. എന്ത് ഫോർമുലയാണ് പഠിക്കുന്നത്? ആദ്യത്തെ n എണ്ണൽ സംഖ്യയുടെ ശരാശരി കണ്ടുപിടിക്കാൻ n+1/2 എഴുതിയാൽ മതി. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ശരാശരി അല്ലേ നമ്മൾ പഠിക്കും. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ശരാശരി n+1/2. ആ n+1/2 എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യത്തെ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ എണ്ണൽ സംഖ്യ 1 തന്നെയാണ്. n സംഖ്യകൾ എന്ന് പറയുമ്പോൾ അവസാനത്തെ സംഖ്യ n തന്നെയാണ്. അപ്പോൾ n+1/2. ഓക്കെ, ക്ലിയർ അല്ലേ? ആ ഫോർമുലയും പഠിച്ചോളൂ, ആ കൺസെപ്റ്റും നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളൂ. രണ്ടാമത്തെ ചോദ്യം. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഇതിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കണം. നിങ്ങളുടെ ഒരു ഡിസ്കഷൻ ആയിരിക്കുക ആണ് ഏറ്റവും നല്ലത്. അല്ല ഞാനിങ്ങനെ വെറുതെ റേഡിയോ പോലെ പറയുക, നിങ്ങൾ അവിടെ ഇങ്ങനെ കേട്ടിരിക്കുക, അതുകൊണ്ടൊരു രസം ഉണ്ടാവില്ല. നിങ്ങൾക്കുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാൻ പറയാം. ഇതിലൊക്കെ എന്ത് സംശയം ചോദിക്കാനാണ്? വെറുതെ ആവശ്യമില്ലാണ്ട് ഞങ്ങൾ എന്തിനാ സംശയം ചോദിക്കണം? അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, വേണ്ട. അതല്ലെങ്കിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒക്കെ ഞങ്ങൾ PSC പഠിച്ചു തുടങ്ങിയ അന്ന് മുതലേ ഉള്ള ചോദ്യങ്ങളാണ്. ഇതിലൊന്നും സംശയങ്ങളില്ല. ഓക്കെ, ശരി, സംശയങ്ങളില്ലെങ്കിൽ വേണ്ട. ആദ്യത്തെ 45 എണ്ണൽ സംഖ്യകളുടെ ശരാശരി 45 + 1/2. 46/2 23. n+1/2 ശരിയല്ലേ? എളുപ്പം, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. മൂന്നാമത്തെ ചോദ്യം. സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളായതുകൊണ്ട് നമുക്ക് കുറച്ച് സ്പീഡിലൊക്കെ പോവാം. സ്പീഡിൽ പോയാൽ നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് പോവുകയും ചെയ്യാം. ആദ്യത്തെ 81 എണ്ണൽ സംഖ്യകളുടെ ശരാശരി 81 + 1 82/2 41. സിമ്പിൾ ആയിട്ടുള്ള കാര്യം അല്ലേ? 81 + 1/2 82/2 41. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓക്കെ, അടുത്തത് നാലാമത്തെ ചോദ്യം. ആദ്യത്തെ 34 എണ്ണൽ സംഖ്യകളുടെ ശരാശരി 34 എണ്ണൽ സംഖ്യകളുടെ ശരാശരി 34 + 1/2. ഇരട്ടസംഖ്യ അല്ലാത്തത് കൊണ്ട് ശ്രദ്ധിക്കുക. 34 + 1/2 35 ആവും. 34നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 17 ആണ് അല്ലേ? പിന്നെ ബാക്കി 5 ഉണ്ടാവുള്ളൂ, 0.5. 17.5 അല്ലേ? 35നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ 35/2 ചെയ്താൽ പ്രശ്നമൊന്നുമില്ല. ഒരു പ്രാവശ്യം 2, ബാക്കി 1, 5, 7 പ്രാവശ്യം 14, ബാക്കി 1. അപ്പോൾ പോയിന്റ് ഇട്ടു, 0 കൊടുത്തു, 5, ഇവിടെ 10 അല്ലേ? 17.5. ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. അതല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഡിവൈഡ് ചെയ്യാം. 34നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 17. പിന്നെ അതിൻ്റെ കൂടെ 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0.5. 0.5 0.5 അല്ല 0.5. ഇങ്ങനെയും ചെയ്യാം, ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ ചെയ്യുന്നതിന് മെത്തേഡൊന്നും പ്രശ്നമില്ല. അടുത്തത് അഞ്ചാമത്തെ ചോദ്യം. ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ ശരാശരി. ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ ശരാശരി 10 + 1/2 5.5 അല്ലേ? ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്തത് ആറാമത്തെ ചോദ്യം. ആദ്യത്തെ 18 എണ്ണൽ സംഖ്യകളുടെ ശരാശരി 9.5. 18 + 1/2. 18നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9, ബാക്കി 0.5. ഓപ്ഷൻ എ. അപ്പോൾ ശരി, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫോർമുല. നമ്മൾ ശരാശരി എണ്ണൽ സംഖ്യകളുടെയും ഒറ്റസംഖ്യകളുടെയും ഇരട്ടസംഖ്യകളുടെയും വർഗസംഖ്യകളുടെയും ഘനസംഖ്യകളുടെയും ഒക്കെ ശരാശരി കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻസ് ഇതൊക്കെയാണ്.
അറിയാവുന്ന ഇക്വേഷൻസ് ആണ്, എന്നാലും ഒന്ന് എഴുതി വെച്ചോളൂ. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ശരാശരി കണ്ടുപിടിക്കാൻ n+1/2 നമ്മൾ ഉപയോഗിക്കും. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ശരാശരി കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് n+1/2. അതിൽ ആ 2 കട്ട് ചെയ്ത് കളഞ്ഞാൽ, 2 കട്ട് ചെയ്ത് കളയുന്നത് എന്ത് വരും? ഇരട്ട സംഖ്യകളുടെ ശരാശരി വരും n+1. 2 കട്ട് ചെയ്താൽ ഇരട്ട സംഖ്യകൾ n+1. ഇരട്ട സംഖ്യകളുടെ ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ ശരാശരി n+1. ഇനി അതിനകത്ത് ഒരു 1 ഉണ്ട്, ആ 1 കൂടെ കട്ട് ചെയ്താൽ ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ ശരാശരി. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ ശരാശരി. ഇക്വേഷൻസ് ഓർത്ത് വെച്ചോളൂ. ആദ്യത്തെ n എണ്ണൽ സംഖ്യകൾ n+1/2. ആദ്യത്തെ n ഇരട്ട സംഖ്യകൾ ആ 2 കട്ട് ചെയ്താൽ n+1. 1 കൂടെ കട്ട് ചെയ്താൽ ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ ശരാശരി n. ഇനി ആദ്യത്തെ n വർഗസംഖ്യകളുടെ ശരാശരി. എന്താ വർഗസംഖ്യകൾ എന്ന് പറഞ്ഞാൽ? സ്ക്വയർ നമ്പറുകൾ അല്ലെ. 1ന്റെ സ്ക്വയർ പ്ലസ് 2ന്റെ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് n-ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാ? n × n+1 × 2n+1/6 ആണ് സമ്മ് അല്ലെ. ഇവിടെ ശരാശരി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇതിനെ നമ്മൾ ഒന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, n കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് ആ n കട്ട് ചെയ്ത് പോയിട്ട് n+1 × 2n+1/6 എന്ന് കിട്ടും. n+1 × 2n+1/6 ശരിയല്ലേ? വർഗസംഖ്യകളുടെ തുകയാണിത് അല്ലെ, ഇത് ശരാശരി. അതേപോലെ തന്നെ ഘനസംഖ്യകളുടെ ശരാശരി. ഘനസംഖ്യകൾ എന്ന് പറഞ്ഞാൽ ആരാ? 1³ പ്ലസ് 2³ പ്ലസ് എക്സെട്ര പ്ലസ് n³. ഇതാണ് ഘനസംഖ്യകൾ. അതിന്റെ തുക n × n+1/2 ദ ഹോൾ സ്ക്വയർ എന്നാണ് വരിക. അതിനെ നമ്മൾ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? n × n+1/2. n × n+1/2 സ്ക്വയർ എന്ന് കിട്ടും കേട്ടോ. n+1/2 മാത്രമേ സ്ക്വയർ ഉള്ളൂ, n സ്ക്വയർ ഇല്ല. ഓക്കെ, ഇതൊക്കെ അറിയാലോ എല്ലാവർക്കും. യെസ്. അപ്പൊ നോക്കൂ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ചും കൂടെ ചോദ്യങ്ങൾ. 7ാമത്തെ ചോദ്യം നോക്കാം. ആദ്യത്തെ 96 എണ്ണൽ സംഖ്യകളുടെ ശരാശരി. ആദ്യത്തെ 96 എണ്ണൽ സംഖ്യകളുടെ ശരാശരി. എണ്ണൽ സംഖ്യ തന്നെയാണ് വീണ്ടും ചോദിച്ചിട്ടുള്ളത് കേട്ടോ. 96 എണ്ണൽ സംഖ്യകളുടെ ശരാശരി 96 + 1/2 എണ്ണൽ സംഖ്യയാണ്. 96നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 48 എന്ന് വരും. 0.5. 48.5. ഓപ്ഷൻ സി ആണ് ഉത്തരം വരിക. കറക്റ്റ്. യെസ്, 48.5 ശരിയാണ്. എല്ലാവരുടെയും ആൻസർ ശരിയാണ്. ഓപ്ഷൻ സി. 8ാമത്തെ ചോദ്യം നോക്കൂ. ആദ്യത്തെ 50 ഇരട്ട സംഖ്യകളുടെ ശരാശരി. ആദ്യത്തെ 50 ഇരട്ട സംഖ്യകളുടെ ശരാശരി. എത്ര വരിക? 51. ആദ്യത്തെ n ഇരട്ട സംഖ്യകൾ എന്ന് പറയുമ്പോൾ n+1 ആണ് ശരാശരി. ഇവിടെ 50 + 1 51. ഞാനൊരു സംശയം ചോദിക്കട്ടെ. 50ാമത്തെ ഇരട്ട സംഖ്യ ഏതാ? എണ്ണൽ സംഖ്യകളിൽ 50ാമത്തെ ഇരട്ട സംഖ്യ ഏതാണ്? 50ാമത്തെ ഇരട്ട സംഖ്യ ഏതാണ്? ആദ്യത്തെ ഇരട്ട സംഖ്യ 2 അല്ലേ? 2ാമത്തെ ഇരട്ട സംഖ്യ 4, 3ാമത്തെ ഇരട്ട സംഖ്യ 6, 4ാമത്തെ ഇരട്ട സംഖ്യ 8. അങ്ങനെ 50ാമത്തെ ഇരട്ട സംഖ്യ എത്രയാടോ? 100 അല്ലേ? 100 ആണ് 50ാമത്തെ ഇരട്ട സംഖ്യ. 100 ആണ്. എണ്ണൽ സംഖ്യകളിൽ 50ാമത്തെ ഇരട്ട സംഖ്യ 100 ആണ്. ഓക്കെ, ശരിയല്ലേ? അപ്പൊ ഇത് നമുക്ക് എങ്ങനെ പറയാം? 100 ആണ് അവസാനത്തെ ഇരട്ട സംഖ്യ. ആദ്യത്തെ ഇരട്ട സംഖ്യ ഏതാ? 2. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും അല്ലെ? 102.51. ഇങ്ങനെയും ചെയ്യാലോ. അപ്പൊ ഒരു സംഖ്യ തന്നിട്ട് അതിന് ഇരട്ട സംഖ്യ, ഒറ്റ സംഖ്യ ആണെങ്കിൽ കുഴപ്പമില്ല. ഒറ്റ സംഖ്യ ആണെങ്കിൽ 50ാമത്തെ ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞാൽ 50 തന്നെയാണ് അല്ലെ? സോറി, എണ്ണൽ സംഖ്യ ആണെങ്കിൽ
എണ്ണൽ സംഖ്യ ആണെങ്കിൽ കുഴപ്പമില്ല. 50ാമത്തെ എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ 50 തന്നെയാണ്. 100ാമത്തെ എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ 100 തന്നെയാണ്. പക്ഷെ ഇരട്ട സംഖ്യയും ഒറ്റ സംഖ്യയും എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, 50ാമത്തെ ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞാൽ 100 ഓക്കെ. 50ാമത്തെ ഒറ്റ സംഖ്യ ഏതാണോ? 50ാമത്തെ ഒറ്റ സംഖ്യ ഏതാ? 50ാമത്തെ ഒറ്റ സംഖ്യ ഇയാളത് എന്തൊക്കെയാണ് ചോദിക്കണല്ലേ? 50ാമത്തെ ഒറ്റ സംഖ്യ ഏതാ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ 50ാമത്തെ ഒറ്റ സംഖ്യ 99 അല്ലെ? 50ാമത്തെ ഒറ്റ സംഖ്യ 99. നമ്മൾ എപ്പോഴും ഇരട്ട സംഖ്യ വിചാരിച്ചാൽ മതി. നിങ്ങൾ 50ാമത്തെ ഇരട്ട സംഖ്യ ഏതാ? 100. അതിനെ നിങ്ങൾ എങ്ങനെയാണ് 100 ഈ 50നെ 2 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് 100 കിട്ടി അല്ലെ? അതിന് 1 കുറച്ചോളൂ, നമുക്ക് 50ാമത്തെ ഒറ്റ സംഖ്യ കിട്ടും. ഇരട്ട സംഖ്യയുടെ തൊട്ട് മുമ്പാണ് ആര് വരിക? ഒറ്റ സംഖ്യ വരിക. ഇരട്ട സംഖ്യയുടെ തൊട്ട് മുമ്പാണ് ഒറ്റ സംഖ്യ വരിക. അപ്പൊ നിങ്ങൾ ചോദിക്കുക ഇരട്ട സംഖ്യ കഴിഞ്ഞിട്ടല്ലേ ഒറ്റ സംഖ്യ വരിക? അതും ശരിയാണ്. പക്ഷെ എണ്ണം നമ്മൾ എടുക്കുമ്പോൾ ഇരട്ട സംഖ്യയുടെ തൊട്ട് മുമ്പുള്ള എണ്ണമാണ് നമ്മൾ എടുക്കേണ്ടത്. കാരണം ആദ്യം തുടങ്ങുന്നത് ആരാ? ഒറ്റ സംഖ്യ. ഒന്നല്ലേ തുടങ്ങുന്നത്? 1 നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് ആദ്യം ഒറ്റ സംഖ്യയാണ് വരിക. 50ാമത്തെ ഒറ്റ സംഖ്യ 99, 50ാമത്തെ ഇരട്ട സംഖ്യ 100. ഓക്കെ, ആ ഒരു സെൻസ് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും മനസ്സിലാക്കി വെക്കാം. ദെൻ 8ാമത്തെ ചോദ്യം നമ്മൾ ചെയ്തു. 9ാമത്തെ ചോദ്യം നോക്കൂ. ആദ്യത്തെ 24 ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്രയാണ്? ആദ്യത്തെ 24 ഇരട്ട സംഖ്യകളുടെ ശരാശരി ഒന്ന് കൂട്ടിയാൽ മതി അല്ലേ? ഒന്ന് കൂട്ടിയാൽ മതി. 24 + 1 25. ആദ്യത്തെ 24 ഇരട്ട സംഖ്യകളുടെ ശരാശരി 25. 10ാമത്തെ ചോദ്യം. ആദ്യത്തെ 15 ഇരട്ട സംഖ്യകളുടെ ശരാശരി. ആദ്യത്തെ 15 ഇരട്ട സംഖ്യകളെ സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറയണേ. പതിനാറാണ് അല്ലെ? 15 + 1 16. 15 + 1 16 ഉത്തരം. n+1 എടുത്താൽ മതി. 15 + 1 16. 16. അടുത്തത് 11ാമത്തെ ചോദ്യം. ആദ്യത്തെ 15 ഒറ്റ സംഖ്യകളുടെ ശരാശരി. ആദ്യത്തെ 15 ഒറ്റ സംഖ്യകളുടെ ശരാശരി. ആദ്യത്തെ 15 ഒറ്റ സംഖ്യകളുടെ ശരാശരി n തന്നെയാണ്. ഒറ്റ സംഖ്യ ആണെങ്കിൽ n തന്നെയാണ് ശരാശരി അല്ലെ? 15 തന്നെയാണ് ശരാശരി. ഓക്കെ, അടുത്തത് 12ാമത്തെ ചോദ്യം. ആദ്യത്തെ 35 ഒറ്റ സംഖ്യകളുടെ ശരാശരി. ആദ്യത്തെ 35 ഒറ്റ സംഖ്യകളുടെ ശരാശരി. ആ 35 തന്നെയാണ്. ഒറ്റ സംഖ്യ ആണെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ ആൻസർ അല്ലെ? എത്ര എണ്ണം ഉണ്ടെന്ന് വെച്ചാൽ അത് തന്നെയാണ് നമ്മുടെ ആൻസർ. ഓക്കെ, യെസ്, ശരിയല്ലേ? ഞാനൊരു സംശയം ചോദിക്കട്ടെ. ആദ്യത്തെ ഒറ്റ സംഖ്യകളിൽ 31 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്ന് ചോദിച്ചാൽ എന്താ വരിക ആൻസർ? 31 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ ശരാശരി. 31 ഒറ്റ സംഖ്യ, 31 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ ശരാശരി, അല്ലെങ്കിൽ 35 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്തായിരിക്കും അതിന്റെ ആൻസർ? നമ്മൾ ചോദിക്കുമ്പോൾ നന്നായിട്ട് നോക്കിയിട്ട് വേണം ഇത് ആൻസർ ചെയ്യാൻ. ആദ്യത്തെ 35 ഒറ്റ സംഖ്യകൾ എന്ന് പറയുമ്പോൾ അവസാനത്തെ സംഖ്യ 35 അല്ല, അത് നമുക്കറിയാലോ. പക്ഷെ ആ ചോദ്യം ഇങ്ങനെ ചോദിക്കാം: 35 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്രയാണ്? 35 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ ശരാശരി. 35 വരെയുള്ള ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 1 മുതൽ തുടങ്ങും. 1, 3 പോയിട്ട് ഏതുവരെ വരും? 35 വരെ വരും. ഈ സംഖ്യകളുടെ ശരാശരി എത്രയാണെന്നാ കണ്ടുപിടിക്കാൻ പറഞ്ഞേ. 35 + 1/2 36/2 എത്ര കിട്ടും?
18 എന്ന് കിട്ടും അല്ലേ? സംഭവം കിട്ടിയോ? 35 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ ശരാശരി, അത് ശ്രദ്ധിക്കണം. ചെറിയൊരു മുദ്ര മാറിയാൽ നമ്മുടെ ആൻസർ മാറും. ഓക്കെ, 31 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ 1 മുതൽ തുടങ്ങും 31 വരെ. 32/2 16. സംഭവം കിട്ടിയില്ലേ? ഇങ്ങനത്തെ ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റണം. ചാടി കയറി എന്തെഴുതരുത്, 35 എന്ന് തന്നെ ആൻസർ എഴുതി വെക്കരുത്, അല്ലെങ്കിൽ 31 എന്ന് തന്നെ ആൻസർ എഴുതി വെക്കരുത്. ആ വരെയുള്ള എന്നുള്ള കാര്യം ഓർത്ത് വെച്ചോളാം കൃത്യമായിട്ട്. ഓക്കെ, 35ാമത്തെ ഒറ്റ സംഖ്യ ഏതാടോ? 35ാമത്തെ ഒറ്റ സംഖ്യ ഏതാ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കും കേട്ടോ. നമുക്ക് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. ആവുന്നുണ്ടെങ്കിൽ നല്ലതാ. 35ാമത്തെ ഒറ്റ സംഖ്യ ഏതാ? ഒറ്റ സംഖ്യ 35ാമത്തെ ഒറ്റ സംഖ്യ 69 അല്ലെ? 35ാമത്തെ ഒറ്റ സംഖ്യ 69. എങ്ങനെ കണ്ടുപിടിക്കുക? 35ാമത്തെ ഒറ്റ സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കും? 35നെ 2 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 35ാമത്തെ ഇരട്ട സംഖ്യ കിട്ടും നമുക്ക്. അതിൽ നിന്ന് 1 കുറച്ചാൽ നമ്മുടെ ഒറ്റ സംഖ്യയായി അല്ലെ? 1 കുറച്ചാൽ ഒറ്റ സംഖ്യയായി. ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള കാര്യം. 35ാമത്തെ ഒറ്റ സംഖ്യ 69, അത് തന്നെ 69. ഓക്കെ, അടുത്തത് 13ാമത്തെ ചോദ്യം. ആദ്യത്തെ 5 വർഗസംഖ്യകളുടെ ശരാശരി. ആദ്യത്തെ 5 വർഗസംഖ്യകളുടെ ശരാശരി എത്രയാ? ആദ്യത്തെ 5 വർഗസംഖ്യകളുടെ ശരാശരി. വർഗസംഖ്യകളുടെ ശരാശരി കണ്ടുപിടിക്കാൻ n+1 ഇൻറ്റു 2n+1 ഡിവൈഡഡ് ബൈ 6 ആണ് നമ്മൾ ഉപയോഗിക്കുക അല്ലേ? അപ്പൊ 5+1 ഇൻറ്റു 2 ഇൻറ്റു 5+1 ഡിവൈഡഡ് ബൈ 6 എത്ര കിട്ടും? 6 ഇൻറ്റു 11/6 കട്ട് ചെയ്യുമ്പോൾ 11 എന്ന് വരും അല്ലേ? 11 ആണ് ഉത്തരം. ശരിയല്ലേ? കൺഫ്യൂഷനില്ലല്ലോ? എളുപ്പമല്ലേ? വർഗസംഖ്യകൾ 11. അടുത്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ 11 വർഗസംഖ്യകളുടെ ശരാശരി എത്രയാണ്? 14ാമത്തെ ചോദ്യം. ആദ്യത്തെ 11 വർഗസംഖ്യകളുടെ ശരാശരി 11 വർഗസംഖ്യകളുടെ ശരാശരി യെസ്, കറക്റ്റ് ആണ്, 46. 11 വർഗസംഖ്യകൾ എന്ന് പറയുമ്പോൾ 11+1 ഇൻറ്റു 2 ഇൻറ്റു 11+1 ഡിവൈഡഡ് ബൈ 6. 12 ഇൻറ്റു 23/6 കട്ട് ചെയ്ത് കളയുമ്പോൾ ഇവിടെ 2 എന്ന് വരും, 46. ഓക്കെ, അടുത്തത് 15ാമത്തെ ചോദ്യം. ആദ്യത്തെ 7 ഘനസംഖ്യകളുടെ ശരാശരി. ആദ്യത്തെ 7 ഘനസംഖ്യകളുടെ ശരാശരി 7 ഘനസംഖ്യകൾ 7 ഇൻറ്റു 7+1 അല്ലേ? 7+1 2 ദ ഹോൾ സ്ക്വയർ. 7 ഇൻറ്റു 7+1 8, 8/2 4, 4ന്റെ സ്ക്വയർ. 7 ഇൻറ്റു 4ന്റെ സ്ക്വയർ 16 അല്ലേ? എത്ര കിട്ടും? 70 പ്ലസ് 42 112 കിട്ടും അല്ലേ? 112. കറക്റ്റ് അല്ലേ? യെസ്. സംശയങ്ങളില്ല, എളുപ്പമാണ് ഇതൊക്കെ അല്ലേ? ഇത് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, ഈസിയാണ്, ചെയ്യാനായിട്ട് പറ്റും. ഘനസംഖ്യകളുടെ ശരാശരി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n ഇൻറ്റു n+1/2 ദ ഹോൾ സ്ക്വയർ ആയിരുന്നു അല്ലേ? n ഇൻറ്റു n+1/2 ദ ഹോൾ സ്ക്വയർ. അടുത്തത് 17ാമത്തെ ചോദ്യം നോക്കൂ. 16 ആണല്ലേ? ആദ്യത്തെ 11 ഘനസംഖ്യകളുടെ ശരാശരി. ആദ്യത്തെ 11 ഘനസംഖ്യകളുടെ ശരാശരി
ആദ്യത്തെ 11 ഘനസംഖ്യകളുടെ ശരാശരി 11 ഇൻറ്റു 11 പ്ലസ് 1/2 ദ ഹോൾ സ്ക്വയർ 11 ഇൻറ്റു 12/2 6 6ൻ്റെ സ്ക്വയർ 11 ഇൻറ്റു 36 അല്ലേ 6 9 3 396 യെസ് ശരിയാണ്. ഓക്കെ, അപ്പോൾ എണ്ണൽ സംഖ്യകൾ, ഒറ്റ സംഖ്യകൾ, ഇരട്ട സംഖ്യകൾ, വർഗസംഖ്യകൾ, ഘനസംഖ്യകൾ, ഇതിൻ്റെയൊക്കെ ശരാശരി കണ്ടുപിടിക്കാൻ പഠിച്ചു അല്ലേ? ഇതിലാർക്കും കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. ഇതൊക്കെ ആദ്യത്തെ ആയിരുന്നു അല്ലേ? ഈ പറഞ്ഞതൊക്കെ എന്താണ്? ആദ്യത്തെയാണ്. ആദ്യത്തെ എന്ന് പറയുമ്പോൾ 1 മുതൽ തുടങ്ങുന്നത് എന്നർത്ഥം. 1 മുതൽ എണ്ണൽ സംഖ്യകളാണെങ്കിൽ 1 മുതൽ തുടങ്ങും, ഒറ്റ സംഖ്യകളാണെങ്കിൽ 1 മുതൽ തുടങ്ങും, ഇരട്ട സംഖ്യകളാണെങ്കിൽ 2 മുതലാണ് തുടങ്ങുക, വർഗസംഖ്യകളും ഘനസംഖ്യകളും ഒക്കെ 1 മുതൽ തന്നെ തുടങ്ങും അല്ലേ? ആദ്യത്തെ എന്ന പ്രത്യേകം ഒരു ടേം ഉണ്ടായിരുന്നു. ഇനി ശ്രദ്ധിക്കുക, 17ാമത്തെ ചോദ്യം. 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യകൾ, അതിൻ്റെ ശരാശരി. ഇവിടെയും നമുക്ക് ആദ്യത്തെ എന്നുള്ള കൺസെപ്റ്റിനെ ഉപയോഗിക്കാം, പക്ഷെ കാരണം 1 മുതലാണ്, അതല്ലാതെ ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ ശ്രദ്ധിക്കണം. 1 മുതൽ 20 വരെ, 1 മുതൽ 20 വരെ എത്രയാ? എത്രയുടെ വരിക? എന്തെങ്കിലും മാറ്റം ഉണ്ടോ? 1 മുതൽ 20 വരെ എന്നുള്ളത്? 1 മുതൽ എന്ന് പറയുമ്പോൾ 1നെ എടുക്കാം, 20 വരെ എന്ന് പറഞ്ഞാൽ 20നെ എടുക്കാം. 1 മുതൽ 20 വരെ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 20 എണ്ണൽ സംഖ്യകളുടെ ശരാശരിയാണ്. അതെത്രയാ? 20 പ്ലസ് 1/2 21/2 10.5 അല്ലേ? ഓപ്ഷൻ ഡി അല്ലേ ഉത്തരം? 10.5 ഓപ്ഷൻ ഡി ആണ് ഉത്തരം അല്ലേ? 1 മുതൽ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. 1 മുതൽ ആയതുകൊണ്ട് നമുക്ക് ഇതുവരെ ചെയ്ത തന്നെ ചെയ്യാം. നമുക്ക് അവസാനത്തെ സംഖ്യ, എണ്ണൽ സംഖ്യ 20 അല്ലേ? n + 1/2 സിമ്പിളാ. 1 മുതലായതുകൊണ്ടാട്ടോ. 1 മുതൽ അല്ലാത്തൊരു ചോദ്യം നോക്കൂ. 18. 100 മുതൽ 200 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ശരാശരി. 100 മുതൽ 200 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ശരാശരി. നമ്മൾ ആദ്യം പറഞ്ഞു, തുടർച്ചയായിട്ടുള്ള സംഖ്യകളാണോ, ഒരു പൊതുവ്യത്യാസമുള്ള സംഖ്യകളാണോ? ശരാശരി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആദ്യത്തെ സംഖ്യ പ്ലസ് അവസാനത്തെ സംഖ്യ ബൈ 2 ചെയ്താൽ മതി അല്ലേ? അപ്പൊ ആദ്യത്തെ സംഖ്യ ഇവിടെ 100 ആണ്. എണ്ണൽ സംഖ്യകളാ പറഞ്ഞിട്ടുള്ളത്. 100 ഒരു എണ്ണൽ സംഖ്യയാണ് അല്ലേ? അപ്പൊ 100 എടുക്കാം, പ്ലസ് 200 എണ്ണൽ സംഖ്യയാണ്, 200 എടുക്കാം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 300/2 150 എന്ന് കിട്ടും. 100 മുതൽ 200 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ശരാശരി 150. ഓപ്ഷൻ എ. കൺഫ്യൂഷൻ ഇല്ലല്ലോ. അപ്പൊ ഇവിടെയും നമ്മൾ ചെയ്തത് എന്താ? ഫോർമുല എല്ലാം നമ്മൾ ഉപയോഗിച്ചത് ആദ്യത്തെ നമ്പർ പ്ലസ് അവസാനത്തെ നമ്പർ ബൈ 2 ചെയ്തു അല്ലെ? ഇപ്പൊ ശ്രദ്ധിക്കൂ, ഒരു കാര്യം ചെയ്യൂ. ഇതിനകത്ത് എണ്ണൽ സംഖ്യ എല്ലാം വിചാരിക്കും, വേറെ ഏതെങ്കിലും ഒരു സംഖ്യയാണ്. ഇപ്പൊ ഒറ്റ സംഖ്യ ഇരട്ട സംഖ്യയൊക്കെ വരിക. ഇവിടെ ഉണ്ട് ചോദ്യം. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവും, ശ്രദ്ധിക്കണം കേട്ടോ. ഇത് നോക്കി ചെയ്യുക. 1 മുതൽ 20 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ ശരാശരി. 1 മുതൽ 20 വരെയുള്ള ഒറ്റ സംഖ്യകൾ എത്രയായിരിക്കും ശരാശരി? ഇവിടെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എന്ത് മാറ്റാ വരുത്തണ്ടേ? 1 മുതൽ എന്ന് പറയുമ്പോൾ 1 എടുക്കാം, 1 ഒരു ഒറ്റ സംഖ്യയാണ്. 20 വരെ, 20 ഒറ്റ സംഖ്യയല്ല, അതുകൊണ്ട് 20 എടുക്കാൻ പറ്റില്ല. 20ന് തൊട്ട് മുമ്പുള്ള ഒറ്റ സംഖ്യ എടുക്കുക, 19. അപ്പൊ ഇതാണ് ആദ്യത്തെ പദം, ഇതാണ് അവസാനത്തെ പദം. ഇത് രണ്ടും കൂടെ കൂട്ടുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്ര കിട്ടി? 20/2 10. എന്തുകൊണ്ടാണ് നമ്മൾ 20 എടുക്കാത്തതെന്ന് മനസ്സിലായോ? 20 എന്തുകൊണ്ടാണ് എടുക്കാത്തത് മനസ്സിലായോ? 20 എന്തല്ല? ഒറ്റ സംഖ്യയല്ല. നമ്മൾ പറഞ്ഞത് 1 മുതൽ 20 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ ശരാശരി, ഒറ്റ സംഖ്യ മാത്രമേ എടുക്കാവൂ. അത് 19 ആണ്. 20ന് മുമ്പുള്ള വരെയുള്ള എന്നാ പറഞ്ഞില്ല. അപ്പൊ 20ന് മുമ്പുള്ളത് 19. 1 + 19/2 10. ഓക്കെ, സിമ്പിൾ അല്ലേ? ബുദ്ധിമുട്ടില്ലല്ലോ. 20ാമത്തെ ചോദ്യം നോക്കൂ. പത്ത് മുതൽ 50 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ ശരാശരി. ആകെ മൊത്തത്തിൽ ശരാശരി കേട്ട് ചിലപ്പോൾ ബോറടിക്കും കുറച്ച് കഴിഞ്ഞാൽ, അത് സ്വാഭാവികമാണ്. പക്ഷെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്താൽ ബുദ്ധിമുട്ടുണ്ടാവില്ല, ബോറടിക്കില്ല. നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ചെയ്ത് നോക്കൂട്ടോ. 30 ആണ്.
എങ്ങനെ വന്നു? ആദ്യത്തെ 10 മുതൽ 20, 50 വരെയുള്ളത് അല്ലെ. 10 എന്തല്ല, ഒറ്റ സംഖ്യയല്ല, 11 എടുക്കുക. 50 ഒറ്റ സംഖ്യയല്ല, 49 എടുക്കുക. രണ്ടുകൂടെ കൂട്ടുക, ഡിവൈഡ് ബൈ 2. ഇത് കിട്ടുക ആൻസർ 30 അല്ലേ. പക്ഷെ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ ഒരു നമ്പർ ഒഴിവാക്കിയിട്ടുണ്ട്, ഇവിടെ ഒരു നമ്പർ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ ശരിക്കും ഇതിന്റെ ആവറേജിന് എടുത്താലും മതി കേട്ടോ. 10 + 50 അതെടുത്താലും നമുക്ക് ആൻസർ കിട്ടും. എന്തായാലും അത് കൺഫ്യൂഷൻ ആവണ്ട. 10 ഒറ്റ സംഖ്യയല്ല, 50 ഒറ്റ സംഖ്യയല്ല. അപ്പൊ 10ന് ശേഷം വരുന്ന ആദ്യത്തെ ഒറ്റ സംഖ്യ 11, 50ന് മുമ്പുള്ള ആദ്യത്തെ ഒറ്റ സംഖ്യ, 50ന് മുമ്പുള്ള അവസാനത്തെ ഒറ്റ സംഖ്യ 49. അത് രണ്ടും കൂടെ കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ശരാശരി കിട്ടും. ഓക്കെ. അതേപോലെ വേറൊരു ചോദ്യം 21. 46 മുതൽ 96 വരെയുള്ള സംഖ്യകളുടെ ശരാശരി എത്രയാണ്? കണ്ടുപിടിച്ചേ. ഓപ്ഷൻ എ ആണ് വരിക 71 അല്ലെ. ആദ്യത്തെ ഒറ്റ സംഖ്യ 46ന് ശേഷം വരുന്നത് 47ഉം 96ന് മുമ്പ് വരുന്നത് 95ഉം. ഇത് രണ്ടും കൂടെ കൂട്ടുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലെ. എത്ര കിട്ടും? 7 12, ബാക്കി 1 10 14. 142/2 71 എന്ന് കിട്ടും. ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ് ഉത്തരം വരിക. ശരിയല്ലേ? ബുദ്ധിമുട്ടുകളില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ, ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കൂ. 22ാമത്തെ ചോദ്യം. 10നും 50നും ഇടയിൽ വരുന്ന എണ്ണൽ സംഖ്യകളുടെ ശരാശരി. 10നും 50നും ഇടയിൽ വരുന്ന എണ്ണൽ സംഖ്യകളുടെ ശരാശരി. എണ്ണൽ സംഖ്യകളാണോ, നിങ്ങളുടെ ഇടയിലാണോ, മുതലാണോ എന്നൊന്നും നോക്കണ്ട. ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? അത് രണ്ടും കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ 10നും 50നും ഇടയിൽ എന്ന് പറയുമ്പോൾ, ഇടയിൽ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം, ഈ 10ഉം 50ഉം എടുക്കാൻ പാടില്ല എന്നാണ് ശരിക്കും പറയാ. 10ന് ശേഷം വരുന്ന എണ്ണൽ സംഖ്യ 11, 50ന് മുമ്പുള്ള എണ്ണൽ സംഖ്യ 49. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 30 എന്ന് ശരാശരി കിട്ടും. ഓക്കെ. ഇടയിലും വരെ മുതൽ എന്നുള്ളതും രണ്ടും ശ്രദ്ധിക്കാട്ടോ. ഇടയിൽ എന്ന് പറയുമ്പോൾ ആ രണ്ട് സംഖ്യകളെയും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യില്ല. ഓക്കെ. അത് രണ്ടിനെയും നമ്മൾ ഒഴിവാക്കണം. 10നെയും 50നെയും നമ്മൾ ഒഴിവാക്കും. 11ഉം 49 എടുക്കും. എന്നിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും കൂട്ടിയിട്ട്. അതാണ് ഇടയിൽ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചെയ്യേണ്ടത് കേട്ടോ. അടുത്ത നോക്കൂ 23. 100നും 500നും ഇടയിലുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരി. 100നും 500നും ഇടയിലുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരി. യെസ്, 300 ആയിരിക്കും ആൻസർ വരിക. കാരണം 100ന് ശേഷം വരുന്നതാണ് 102 ഇരട്ട സംഖ്യ. 500ന് മുമ്പ് 498. ഇത് രണ്ടോ കൂട്ടുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 006 300. ഓപ്ഷൻ ബി ആണ് ഉത്തരം. കൺഫ്യൂഷൻ ഇല്ലല്ലോ, ഈസി അല്ലേ ചെയ്യാൻ. അപ്പൊ ഇടയിലും മുതൽ വരെ അത് രണ്ടിന്റെയും വ്യത്യാസം ശ്രദ്ധിച്ചു മനസ്സിലാക്കുക കേട്ടോ. ഇരുപത്തിനാലാമത്തെ ചോദ്യം നോക്കൂ. 15നും 50നും ഇടയിലുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരി. 18നും 50നും ഇടയിലുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരി. 15നും 50നും, 18അല്ല, 15നും 50നും ഇടയിലുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരി. ഡി ആ വരിക അല്ലെ. എങ്ങനെ കിട്ടും? ഇടയിലായതുകൊണ്ട് 15ഉം 50ഉം നമ്മൾ എടുക്കില്ല. പിന്നെ ഇരട്ട സംഖ്യയാണ്, അത് രണ്ടും 15 എടുക്കണ്ട, 50 വേണേ എടുക്കാം. പക്ഷെ ഇരട്ട സംഖ്യയാണ്, ഇടയിലാണ് പറഞ്ഞിട്ടുള്ളത്, അപ്പൊ അത് എടുക്കേണ്ട ആവശ്യമില്ല. 16 + 49/2 അല്ലെ. 16 + 49/2, സോറി 48/2. 48, സോറി 48 ആണ്, ഇരട്ട സംഖ്യ അല്ലേ. എത്ര കിട്ടും? 64/2 32. 64/2 32. ശരിയാണല്ലോ, കൺഫ്യൂഷൻസ് ഇല്ല, എളുപ്പമാണ് ചെയ്യാൻ. ഒരു ചോദ്യം കൂടെ ഞാനിവിടെ ചോദിക്കട്ടെ. 15 മുതൽ 50 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്രയാണ്? 15 മുതൽ 50 വരെ ഇരട്ട സംഖ്യകൾ.
ശരാശരി എത്രയാണ്? 15 മുതൽ 50 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്രയായിരിക്കും? 33 ആയിരിക്കും. കാരണം 15 ഇരട്ട സംഖ്യ അല്ലാത്തതുകൊണ്ട് തൊട്ടടുത്ത ഇരട്ട സംഖ്യ എടുക്കും 16 പ്ലസ് 50 ഇരട്ട സംഖ്യയാണ്, മുതൽ വരെ ആയതുകൊണ്ട് 50 വരെയെന്ന് എടുക്കാം. അപ്പോൾ 50 എടുക്കാം നമുക്ക്. ഡിവൈഡഡ് ബൈ 2 എത്ര കിട്ടും? 66 ബൈ 2 എന്ന് കിട്ടും 33. എളുപ്പമല്ലേ ചെയ്യാൻ? ബുദ്ധിമുട്ടുകളില്ലല്ലോ. ഓക്കെ, ഒരു ചോദ്യം കൂടെ ചെയ്ത് നമുക്ക് നിർത്താം. 26ാമത്തെ ചോദ്യം. 34നും 56നും ഇടയിലുള്ള ഒറ്റ സംഖ്യകളുടെ ശരാശരി. 34നും 56നും ഇടയിലുള്ള ഒറ്റ സംഖ്യകളുടെ ശരാശരി. 34ന് ശേഷം 56ന് മുമ്പും ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. യെസ്, എത്ര വരിക? 36ന് ശേഷം 35, 56ന് മുമ്പ് 55 ഡിവൈഡഡ് ബൈ 2 എത്ര കിട്ടും? 90 ബൈ 2 45. 90 ബൈ 2 45 എന്ന് കിട്ടും. ഒരു ചോദ്യം കൂടെ പറയാം നമുക്ക്. 25ാമത്തെ ചോദ്യം, 26ാമത്തെ ചോദ്യം അല്ലേ? എന്തായിരിക്കും ആൻസർ വരിക നോക്കൂ. 4500 മുതൽ 6300 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ശരാശരി. 4500 മുതൽ 6300 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ശരാശരി. കൂട്ടി നോക്കിയിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. സിമ്പിൾ ആണല്ലേ? 4500 പ്ലസ് 6300 എത്ര കിട്ടും? 5400 എന്ന് കിട്ടും അല്ലെ? 10800 ആണ് നമുക്ക് തുക കിട്ടുക. 10800 ബൈ 2 5400. ഓപ്ഷൻ സി ആണ് ഉത്തരം. അപ്പൊ നമ്പറുകളെ വെച്ചിട്ടുള്ള ഒരുവിധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ശരാശരിയിൽ ചെയ്തിട്ടുണ്ട്. ഇനി ഇതല്ലാതെ വേർഡ് പ്രോബ്ലംസ് വേറെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഇന്നലെ ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്ക് പുതിയ ടോപ്പിക്കിലേക്ക്, പുതിയ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. 800 മുതൽ 1820 വരെ ഉള്ള എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്രയാണ്? അഞ്ജന, ഗുഡ് മോർണിംഗ്. നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ പോൾ ഇടാം കേട്ടോ. പോൾ ഇടാമേ. പോൾ ഇടാം. കമന്റ് ചെയ്യേണ്ട ആരും. പോൾ ഇട്ട് വരുമ്പോഴേക്കും കുറച്ച് സമയമാവും. പോളങ്ങ് ശരി, 30 സെക്കൻഡേ സമയമുള്ളൂ. ചെയ്ത് നോക്കിക്കോളൂ, എന്നിട്ട് പോൾ ചെയ്തോളൂ. ഇതൊക്കെ നിങ്ങൾ ഇന്നലെ പഠിച്ചതാണ്. ജസ്റ്റ് ഒരു റിവിഷൻ. ഇന്നലെ എന്താണ് നമ്മൾ പഠിച്ചതെന്ന് മാത്രം. എണ്ണൂറ് മുതൽ 1820 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്രയാണ്? യെസ്, 8 പേര് അറ്റൻഡ് ചെയ്തില്ല. എന്താ ചെയ്യണ്ടേ? 800 പ്ലസ് ആദ്യത്തെ സംഖ്യ പ്ലസ് അവസാനത്തെ സംഖ്യ ബൈ 2 ശരാശരി കണ്ടുപിടിക്കാൻ അല്ലേ? എത്ര കിട്ടും? 0, 2 കിട്ടും. 16 6 ബാക്കി 1. 2620 ബൈ 2 എത്ര കിട്ടും? 1310. ഓപ്ഷൻ സി ആണ് ഉത്തരം അല്ലെ? അത് എണ്ണൽ സംഖ്യ ആണെങ്കിലും അതെ, തുടർച്ചയായിട്ടുള്ള ഏത് സംഖ്യകളാണെങ്കിലും അതെ,
ആദ്യത്തെ സംഖ്യ പ്ലസ് അവസാനത്തെ സംഖ്യ ബൈ 2 ചെയ്താൽ അതിന്റെ ശരാശരി നമുക്ക് കിട്ടും. തുടർച്ചയായിട്ടുള്ള ഏത് സംഖ്യ ആണെങ്കിലും ആ തുടർച്ച എന്ന് പറയുന്നത് ഒരു സീക്വൻസ് ഓർഡറിലായാൽ മതി കേട്ടോ. കാരണം ഒരു കോമൺ ഡിഫറൻസ്, ഒരു പൊതു വ്യത്യാസം കൂട്ടി കൂട്ടി എഴുതുന്ന സംഖ്യകളായാൽ മതി. ഓക്കെ, അപ്പൊ അത് എന്തായിരിക്കും? ഇങ്ങനെ ആദ്യത്തെ സംഖ്യ പ്ലസ് അവസാനത്തെ സംഖ്യ ബൈ 2 ആയിരിക്കും. രണ്ടാമത്തെ ചോദ്യം നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തു നോക്കാം. 137 മുതൽ 180 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരി. ഇപ്പോൾ ഇടാം, ഞാൻ ട്രൈ നോക്കാം. 137 മുതൽ 180 വരെയുള്ള സംഖ്യകളുടെ ശരാശരി എത്രയാണ്? ഇപ്പോൾ ഇടുന്നുണ്ടേ. ഇരട്ടസംഖ്യകളാണ് എന്നുള്ള കാര്യം മാത്രം ശ്രദ്ധിക്കുക. വേറെ ഒന്നും നമുക്ക് ഇതിനകത്ത് ശ്രദ്ധിക്കാനില്ല, അല്ലേ? ഇനിയും കുറച്ച് പേരും കൂടെ അറ്റൻഡ് ചെയ്യാനുണ്ട്. (137 മുതൽ 180 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരി. മുതൽ വരെ എന്ന് പറയുമ്പോൾ നമ്മൾ അവസാനത്തെ 2 സംഖ്യകൾ ഉൾപ്പെടുത്തും. ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും നമ്മൾ ഉൾപ്പെടുത്തും, അല്ലെ? പക്ഷെ ഇവിടെ 137 എന്ന് പറയുന്നത് എന്തല്ല? ഒരു ഇരട്ട സംഖ്യയല്ല. അപ്പൊ തൊട്ടടുത്ത ഇരട്ട സംഖ്യയാണ് നിങ്ങൾ എടുക്കേണ്ടത്. ആദ്യത്തെ സംഖ്യയായിട്ട് 138 അല്ലെ, പ്ലസ് 180 വരെ എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഡിവൈഡഡ് ബൈ 2 എത്ര കിട്ടും? 8, 11 1, ബാക്കി 2 ബൈ 2. എന്നിട്ട് 159 എന്ന് നമുക്ക് കിട്ടും ആൻസർ. 159. 318 ആണ് കേട്ടോ. 218 അല്ല, 318. 318 ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. 318. അടുത്തത് മൂന്നാമത്തെ ചോദ്യം. ഇത് നിങ്ങൾക്ക് ചെയ്യാം. 31നും 90നും ഇടയിലുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരി. ഇടയിലാണ്, ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. ഇടയിൽ എന്ന് പറഞ്ഞാൽ ആരെ എടുക്കരുത്? നമ്മൾ ആദ്യത്തെയും അവസാനത്തെയും സംഖ്യ എടുക്കരുത്. ഇനി ആദ്യത്തെ സംഖ്യ എന്തായാലും നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം അത് ഒറ്റ സംഖ്യയാണ്. നമുക്ക് വേണ്ടത് ഇരട്ട സംഖ്യ. അത് ഇടയിലാണെങ്കിലും മുതലാണെങ്കിലും നമ്മൾ എടുക്കില്ല. അപ്പൊ 32 ആണ് ആദ്യത്തെ ഇരട്ട സംഖ്യ. 90 എടുക്കരുത്, 90ന് ഇടയിലാണ് വരുന്നത്. അപ്പൊ 90ന് താഴെയുള്ള 88 വേണം എടുക്കാൻ. കൂട്ടുക, 120 എന്ന് കിട്ടും. ബൈ 2, 60 ആയിരിക്കും ശരാശരി. ശരിയല്ലേ? എളുപ്പമാണല്ലോ, ബുദ്ധിമുട്ടില്ല, സിമ്പിൾ അല്ലേ? അടുത്തത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യം തന്നെയാണ്, പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. 10ന്റെ ആദ്യത്തെ 10 ഗുണിതങ്ങളുടെ ശരാശരി എത്രയാണ്? 10ന്റെ ആദ്യത്തെ 10 ഗുണിതങ്ങളുടെ ശരാശരി. ആദ്യത്തെ എന്ന് പറയുന്നത് പ്രത്യേകം കേട്ടോ. പോൾ ഇടാമല്ലോ, ട്രൈ ചെയ്ത് നോക്കാം. പോൾ ഇടുന്നുണ്ടേ. 10ന്റെ ആദ്യത്തെ 10 ഗുണിതം. ആദ്യത്തെ ഗുണിതം ഏതാ? 10 അല്ലെ? ഇനി 10ാമത്തെ ഗുണിതം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 10, 20, 30 എണ്ണി നോക്കിയാൽ 100 ആണ് 10ാമത്തെ ഗുണിതം, അല്ലെ? ബൈ 2 എത്ര കിട്ടും? 110 ബൈ 2 എത്ര കിട്ടും? 55 എന്ന് നമുക്ക് ആൻസർ കിട്ടും. 110 ബൈ 2 55. ശരിയല്ലേ? എളുപ്പമാണ് ചെയ്യാൻ. ഓക്കെ, പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് എപ്പോഴും നമ്മളിങ്ങനെ 10 ഗുണിതം ഇതൊക്കെ ഇങ്ങനെ എഴുതി കണ്ടുപിടിക്കാനായിട്ടുള്ള 10 ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. 20, 30, 40, 4ന്റെ 5ന്റെ 12 ഗുണിതം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് ചിലപ്പോൾ തോന്നും, അല്ലേ? അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ നിങ്ങൾ ഇതിനകത്ത് നോക്കി വയ്ക്കുക. അപ്പൊ 10ന്റെ 10 ആദ്യത്തെ 10 ഗുണിതങ്ങളാണ് ചോദിച്ചെങ്കിൽ 10 × 11 ബൈ 2 ചെയ്യാം. ഓക്കെ, 10ന്റെ ആദ്യത്തെ 10 ഗുണിതങ്ങളാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ 10 × 11 ബൈ 2 ചെയ്യാം. 10 × 11 ബൈ 2. ഓക്കെ, ഇതെന്തുകൊണ്ട് അങ്ങനെ വന്നതെന്ന് മനസ്സിലായോ? 10ന്റെ ആദ്യത്തെ ഗുണിതം 10 ആണ്. 10ാമത്തെ ഗുണിതം ഏതായിരിക്കും? 10 × 10 ആയിരിക്കും ബൈ 2. ഇങ്ങനെയല്ലേ ശരാശരി കണ്ടുപിടിക്കുന്നത്? ഇവിടെ നിന്ന് നമ്മൾ 10 പുറത്തേക്ക് എടുത്തു എന്ന് വിചാരിക്കുക. കോമൺ ഫാക്ടർ ആയിട്ട് എടുത്താൽ ഇവിടെ ഈ 10 പോയാൽ 1 കാണും, ഇവിടെ 10 കാണും, ബൈ 2. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? 10 × 11 ബൈ 2 എന്ന് എഴുതാം. അതാണ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞത്. 10ന്റെ ആദ്യത്തെ 10 ഗുണിതങ്ങളുടെ ശരാശരി 10 × 11 ബൈ 2.
5ന്റെ ആദ്യത്തെ 6 ഗുണിതങ്ങളുടെ ശരാശരി 5 ഇൻറ്റു ആദ്യത്തെ 6 ഗുണിതങ്ങൾ. 6 ഗുണിതങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? 6ന്റെ കൂടെ 1 കൂട്ടണം. 7/2. സമം പിടികിട്ടിയോ? 4ന്റെ ആദ്യത്തെ 12 ഗുണിതങ്ങളുടെ ശരാശരി 4 ഇൻറ്റു 12 + 1 13/2. ഐഡിയ കിട്ടിയോ? എത്ര എണ്ണം എന്ന് ചോദിക്കുമ്പോൾ ആ എണ്ണം നമ്മൾ എന്ത് ചെയ്യുക? കൂട്ടുക. 1 കൂട്ടുക. 10 എണ്ണം എന്ന് പറയുമ്പോൾ 11, 12 എണ്ണം എന്ന് പറഞ്ഞാൽ 13. ഓക്കെ, 15 എണ്ണം എന്ന് പറഞ്ഞാൽ 16 കൊണ്ട് ഗുണിക്കുക. ഇപ്പോൾ 12ന്റെ ആദ്യത്തെ 24 ഗുണിതങ്ങളുടെ ശരാശരി 12ന്റെ ആദ്യത്തെ 24 എന്ന് പറയുമ്പോൾ 12 × 25/2. സമം പിടികിട്ടിയോ? ഐഡിയ കിട്ടിയോ? ഓക്കെ, ആദ്യത്തേന്ന് വേണം കേട്ടോ. ആദ്യത്തെ വേണം, അല്ലെങ്കിൽ തെറ്റുവേ. ക്ലിയർ? ഇപ്പൊ 3ന്റെ ആദ്യത്തെ 24 ഗുണിതങ്ങൾ എത്രയാണെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യാം? ശരാശരി ചോദിച്ചാൽ 3 ഇൻറ്റു 24 + 1 25/2. എഴുതിയോ? ഓക്കെ, അപ്പൊ ഇത് ഓർത്ത് വെച്ചോളൂ. ഗുണിതങ്ങളുടെ ശരാശരി ആദ്യം മുതലുള്ളതാണെങ്കിൽ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിയേ. ഇതിന്റെ ആൻസർ 55 ആണ്. നമ്മൾ മാർക്ക് ചെയ്തില്ല. 5ാമത്തെ ചോദ്യം. 4ന്റെ ആദ്യ 20 ഗുണിതങ്ങളുടെ ശരാശരി. 4ന്റെ ആദ്യത്തെ 20 ഗുണിതങ്ങളുടെ ശരാശരി. കമന്റ് ചെയ്തോളൂ. കോളിന് കുറച്ച് സമയം നമുക്ക് പോകും. കമന്റ് ചെയ്തോളൂ. ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടുമല്ലോ. 4ന്റെ ആദ്യത്തെ 20 ഗുണിതങ്ങളുടെ ശരാശരി. യെസ്, 4 ഇൻറ്റു 21/2 അല്ലെ? 4 ഇൻറ്റു 21/2 ശരിയല്ലേ? 4ന്റെ ആദ്യത്തെ 20. അപ്പൊ 21 കൊണ്ട് ഗുണിക്കുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, കട്ട് ചെയ്താൽ ഇവിടെ 2 പോവും. 2 ഇൻറ്റു 21 42 അല്ലെ? ഓപ്ഷൻ എ. ഐഡിയ കിട്ടിയല്ലോ. പെട്ടെന്ന് ചെയ്യാൻ പറ്റും അല്ലെ? പെട്ടെന്ന് ചെയ്യാം. ആദ്യത്തേന്ന് പ്രത്യേകം വേണേ ശ്രദ്ധിക്കണം കേട്ടോ. 6ാമത്തെ ചോദ്യം. 11ന്റെ ആദ്യത്തെ 12 ഗുണിതങ്ങളുടെ ശരാശരി. 11ന്റെ ആദ്യത്തെ 12 ഗുണിതങ്ങളുടെ ശരാശരി. കമന്റ് ചെയ്യാം നിങ്ങൾക്ക്. 11ന്റെ ആദ്യത്തെ 12 ഗുണിതങ്ങളുടെ ശരാശരി. എത്ര വരും? 11ന്റെ ആണ്. ആദ്യത്തെ 12 ആണെങ്കിൽ 13 കൊണ്ട് ഗുണിക്കുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്ര കിട്ടും ഗുണിച്ചാൽ? ഇവിടെ 3 1 3 1 3 4 1 143/2 ഡിവൈഡ് ചെയ്യുമ്പോൾ 7 1.5 71.5. ഓപ്ഷൻ സി ഉത്തരം. യെസ്, കറക്റ്റ് ആണ്. സിമ്പിൾ ആണ് അല്ലെ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ എല്ലാവർക്കും? പുതിയ ആളുകൾ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചോദിക്കണേ. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾ പണ്ട് മുതലേ പഠിക്കുന്ന ചോദ്യങ്ങളായിരിക്കും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ആവറേജിലെ ചോദ്യങ്ങളൊക്കെ നിങ്ങളിപ്പോൾ ഇപ്പൊ പഠിച്ചാലും 10 കൊല്ലം മുമ്പ് പഠിച്ചാലും ആവറേജിലെ ചോദ്യങ്ങളൊക്കെ ആവറേജിലെ ചോദ്യങ്ങൾ തന്നെയാണ്. നമുക്ക് മാറ്റാനൊന്നും പറ്റില്ല അല്ലെ? പുതിയ കണ്ടുപിടുത്തങ്ങളൊന്നും നമ്മൾ നടത്തിയിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് കൺസെപ്റ്റുകളൊക്കെ ഒന്ന് തന്നെയാണ്. നമ്മൾ പ്രാക്ടീസ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി കാര്യങ്ങൾ. 7ാമത്തെ ചോദ്യം നോക്കൂ. കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കണം. 7. 9ന്റെ ആദ്യത്തെ 11 ഗുണിതങ്ങളുടെ ശരാശരി. കമന്റ് ചെയ്യാൻ നിങ്ങൾക്ക്. 9ന്റെ ആദ്യത്തെ 11 ഗുണിതങ്ങളുടെ ശരാശരി. 9 ഇൻറ്റു 11 + 1 12/2 54 എന്ന് വരും. കറക്റ്റ് ആണ് ആൻസർ. 9 ഇൻറ്റു 11 + 1 12/2 കട്ട് ചെയ്ത് കളയുമ്പോൾ 6 9 6 54 അല്ലെ? ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. ശരിയല്ലേ? സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഓക്കെ, യെസ്. അപ്പോൾ ഇത് ഗുണിതങ്ങളുടെ ശരാശരി കണ്ടുപിടിക്കാനും എണ്ണൽ സംഖ്യകളുടെയും ഇരട്ട സംഖ്യകളുടെയും ഒക്കെ ശരാശരി കണ്ടുപിടിക്കാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു ചോദ്യം നോക്കൂ. 8ാമത്തെ ചോദ്യം. തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളുടെ ശരാശരി 35 ആണ്. ആയാൽ അതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളുടെ ശരാശരി 35 ആണ് എങ്കിൽ അതിൽ ഏറ്റവും വലിയ
സംഖ്യ ഏതാണ്? എത്രയായിരിക്കും? സിമ്പിൾ ആയിട്ട് വരച്ച് നമുക്ക് നോക്കാം അല്ലെ. തുടർച്ചയായിട്ടുള്ള 5 എണ്ണൽ സംഖ്യകളാണ് 1, 2, 3, 4, 5. ശരാശരി 35 നടുക്ക് കാണും. ശരിയല്ലേ? ഇനി തുടർച്ചയായിട്ടുള്ള സംഖ്യകളാണെങ്കിൽ 1 കൂട്ടി എഴുതുക. 35, 36, 37 ഇപ്പുറത്തോട്ട് വരും. താഴേക്ക് വരുമ്പോൾ 34, 33 വരും. നമുക്ക് വേണ്ടത് വലിയ സംഖ്യ 37 ആണ്. വലിയ സംഖ്യ അല്ലെ? 37 ആണ് വലിയ സംഖ്യ. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇതിനകത്തൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ തുടർച്ചയായ 4 എണ്ണൽ സംഖ്യകളുടെ ശരാശരി 34 ആണെന്ന് പറഞ്ഞു വിചാരിക്കും. തുടർച്ചയായിട്ടുള്ള 4 എണ്ണൽ സംഖ്യകളുടെ ശരാശരി 34. അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവുമോ? തുടർച്ചയായിട്ടുള്ള 4 എണ്ണൽ സംഖ്യകളുടെ ശരാശരി 34. അങ്ങനെ ഒരു ചോദ്യം കാണുമോ? തുടർച്ചയായിട്ടുള്ള 4 എണ്ണൽ സംഖ്യകളുടെ ശരാശരി തുടർച്ചയായ 4 എണ്ണൽ സംഖ്യകളുടെ ശരാശരി 34. അങ്ങനത്തെ ഒരു ചോദ്യം ഉണ്ടാവുമോ? അങ്ങനത്തെ ഒരു ചോദ്യം ഒരിക്കലും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു ചോദ്യം ഒരിക്കലും ഉണ്ടാവില്ല. എണ്ണൽ സംഖ്യകൾ കൃത്യമായിട്ട് നമുക്ക് എണ്ണൽ സംഖ്യകളുടെ ശരാശരി കൃത്യമായിട്ടൊരു സംഖ്യ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സംഖ്യകളുടെ എണ്ണം ഒറ്റ സംഖ്യ ആയിരിക്കണം. സംഖ്യകളുടെ എണ്ണം എന്തായിരിക്കണം? ഒറ്റ സംഖ്യ ആയിരിക്കണം. അപ്പൊ 34 ശരാശരി ആയിട്ട് വരുന്ന തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഒറ്റ സംഖ്യക്ക് ഇരട്ട സംഖ്യക്ക് ഉണ്ടാവുകയെ അതല്ല പറഞ്ഞേ. തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ ശരാശരി 34 എന്ന് വരണം എന്നുണ്ടെങ്കിൽ ആ സംഖ്യകളുടെ എണ്ണം ഒന്നുമില്ലെങ്കിൽ 3 ആയിരിക്കണം, അല്ലെങ്കിൽ 5 ആയിരിക്കണം, അല്ലെങ്കിൽ 7 ആയിരിക്കണം, അല്ലെങ്കിൽ 11 ആയിരിക്കണം. ഒറ്റ സംഖ്യ ആയിരിക്കണം സംഖ്യകളുടെ എണ്ണം. ഓക്കെ, ക്ലിയർ? ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോളൂ. 34 ഇരട്ട സംഖ്യയിൽ ഒറ്റ സംഖ്യയിലൊക്കെ വരാം. അതല്ല ഞാൻ പറഞ്ഞത്. എണ്ണൽ സംഖ്യകളുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കൃത്യം ഒരു സംഖ്യ ശരാശരി ആവണം എന്നുണ്ടെങ്കിൽ, കൃത്യം ഒരു എണ്ണൽ സംഖ്യകളുടെ ശരാശരി ആവണം എന്നുണ്ടെങ്കിൽ എന്ത് ശരിയായിരിക്കണം? ആ സംഖ്യകളുടെ എണ്ണം ഒറ്റ സംഖ്യ ആയിരിക്കണം. ഒറ്റ സംഖ്യ എണ്ണങ്ങളുള്ള സംഖ്യകൾക്കാണ് ശരാശരി കൃത്യമായിട്ടൊരു എണ്ണൽ സംഖ്യ വരും. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പൊ അത് ഓർത്ത് വെച്ചോളൂ, മറക്കണ്ട. അടുത്തത് 9ാമത്തെ ചോദ്യം. തുടർച്ചയായ 7 എണ്ണൽ സംഖ്യകളുടെ ശരാശരി 44 ആണ് എങ്കിൽ ചെറുതേതാണ് വലുതേതാണ്? ചെറുതേതാണ് വലുതേതാണ്? ഇതിന് വേറെ പല വഴികളുണ്ട്. നിങ്ങൾ ഇത്ര കൂട്ടിയാൽ മതി, ഇത്ര കുറച്ചാൽ മതി എന്നൊക്കെ പഠിക്കും. പക്ഷെ ഏറ്റവും എളുപ്പം നിങ്ങൾക്ക് ഇതായിരിക്കും. എണ്ണൽ സംഖ്യകളും ഇരട്ട സംഖ്യകളും ഒറ്റ സംഖ്യകളൊക്കെ ആണെങ്കിൽ നമുക്ക് എളുപ്പം ഇതാണ്. 1, 2, 3, 4, 5, 6, 7 സംഖ്യകൾ. തുടർച്ചയായിട്ടുള്ള 7 സംഖ്യകളാണ് എണ്ണൽ സംഖ്യകൾ. 44 ആണ് ശരാശരി നടുക്ക്. ബാക്കി ഓരോന്ന് കുറച്ച് എഴുതിയാൽ മതി. 43, 42, 41. ഓപ്ഷൻ എ അല്ലേ? 41. ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻ ഇല്ലല്ലോ? ഷിജിന എന്തോ പറയാൻ വന്നല്ലോ, അറിയാണ്ട് കൈ തട്ടിയതാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയണേ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. അപ്പം ഞാനത് ഓൺ ചെയ്യാം. അതല്ലെന്ന് ഞാനത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളവിടെ ചിലപ്പോൾ എന്നെ ആയിരിക്കും ചീത്ത വിളിക്കുന്നുണ്ടാവും. ഇയാളത് എന്താണ് ഈ രാവിലെ മുതൽ ഇതെന്ന് പറയുന്നത്? അത് മുഴുവൻ ഞങ്ങൾ കേൾക്കും. അറിയാതെ തട്ടിയതാ. ഓക്കെ, കുഴപ്പമില്ല. ഓൺ ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾ എന്ത് പറഞ്ഞാലും അവിടെ നിന്ന് ഞാൻ കേൾക്കും. ഞാൻ മാത്രമല്ല, നമ്മളെല്ലാവരും കേൾക്കും. ചിലപ്പോൾ എന്നെ ചീത്ത പറയുമായിരിക്കും, അതും കേൾക്കും. ഓക്കെ, 41 ക്ലിയർ ആണല്ലോ? സംശയങ്ങളില്ലല്ലോ? ഓടിപ്പോകുന്ന പോലെ തോന്നുന്നുണ്ടോ? സ്പീഡ് കൂടുതലുള്ള പോലെ തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറയണേ. സ്പീഡ് കൂടുതലുള്ള പോലെ തോന്നുന്നുണ്ടെങ്കിൽ പറയുക. 10ാമത്തെ ചോദ്യം. തുടർച്ചയായ 5 ഇരട്ട സംഖ്യകളുടെ ശരാശരി 54 ആണ്. തുടർച്ചയായ 5 ഇരട്ട സംഖ്യകളുടെ ശരാശരി 54 ആണ് എങ്കിൽ അതിലെ ഏറ്റവും ചെറിയ സംഖ്യ ഏതാ? ഓക്കെ ആണ്, കുഴപ്പമില്ല. അതിലെ ഏറ്റവും ചെറിയ സംഖ്യ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അല്ലേ? 54, 5 ഇരട്ട സംഖ്യകൾ. 1, 2, 3, 4, 5. നടുക്ക് 54. ഇനി എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ഇരട്ട സംഖ്യകളാണ്. കൂട്ടി എഴുതുമ്പോഴും കുറച്ച് എഴുതുമ്പോഴും 2 കൂട്ടിയും കുറച്ചും എഴുതുക. ഇരട്ട സംഖ്യകളായതുകൊണ്ട് കേട്ടോ. അപ്പോൾ 54 2 കുറച്ചാൽ 52, വീണ്ടും 2 കുറച്ചാൽ 50. ചെറിയ സംഖ്യ 50. ഇവിടെ നമ്മൾ മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ 56ഉം 58ഉം. വലിയ സംഖ്യ 58. ശരിയല്ലേ? ഓക്കെ, കൺഫ്യൂഷൻ ഇല്ലല്ലോ? ഇല്ല. റൈറ്റ്. 11. തുടർച്ചയായ 6 ഇരട്ട സംഖ്യകളുടെ ശരാശരി.
ഓപ്ഷൻ ഡി ആണ് വരിക അല്ലേ? ഓപ്ഷൻ ഡി ആണ് വരിക. ഓക്കെ, എങ്ങനെ ചെയ്യാം? ഇതേപോലെ തന്നെ 6 എണ്ണാണ്. 1 2 3 4 5 6. ഓക്കെ, ഇരട്ട സംഖ്യകളുടെ ശരാശരി ഇരട്ട സംഖ്യ തന്നെ ആവണമെന്നുണ്ടെങ്കിൽ ആ സംഖ്യകളുടെ എണ്ണം ഒറ്റ സംഖ്യ ആയിരിക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ ഇരട്ട സംഖ്യകളുടെ ശരാശരി ഒറ്റ സംഖ്യ എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ സംഖ്യകളുടെ എണ്ണം ഒറ്റ സംഖ്യ ആയിരിക്കില്ല, ഒരു ഇരട്ട സംഖ്യ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സംഖ്യ 75 എന്ന് പറയുന്നത് ഈ വര വരച്ചതിന്റെ ഉള്ളിലല്ല നമ്മൾ എഴുതുന്നത്. വര വരച്ചതൊക്കെ ആരെഴുതാനുള്ളതാണ്? ഇരട്ട സംഖ്യകൾ എഴുതാനുള്ളതാണ്. നടുക്ക് നോക്കുക, 1 2 3 4 5 6. കൃത്യം നടുക്ക് എന്ന് പറഞ്ഞാൽ എവിടെയാണ് വരിക അല്ലെ? ആ നടുക്കാണ് 75 ഉള്ളത്. ഓക്കെ, ഇനി 1 കൂട്ടിയാൽ നിങ്ങൾക്ക് 76 കിട്ടും, 1 കുറച്ചാൽ 74 കിട്ടും. ഇനി ഇരട്ട സംഖ്യകൾ എഴുതാൻ 72 70 താഴോട്ട് എഴുതുക, 78 80 ഇപ്പുറത്തോട്ട് എഴുതുക. അപ്പൊ നമുക്ക് വേണ്ടത് ചെറുതാണ്, 70 ആണ് ഉത്തരം. ഇത് കുറച്ച് ബുദ്ധിമുട്ട് പോലെ തോന്നും അല്ലേ ഇങ്ങനെ ചെയ്യുമ്പോൾ അല്ലേ? കുറച്ച് ബുദ്ധിമുട്ട് വരെ തോന്നില്ലേ? ഏറ്റവും വലിയ സംഖ്യ നമ്മളോട് ചോദിച്ചിട്ടില്ലേ? നമ്മൾ 80 എഴുതണ്ട കേട്ടോ. വലുതാ ചോദിച്ചേ, 80 എഴുതണ്ടേ, ചെറുതല്ലല്ലോ, വലുത് 80 ആണ്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇരട്ട സംഖ്യയോ ഒറ്റ സംഖ്യയോ വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ ചെയ്യാം. നമുക്ക് എങ്ങനെ നോക്കിയേ, ഞാൻ പറയാം. 75 അല്ലേ ശരാശരി? 75 ആണ് ശരാശരി. ഓക്കെ, ഇനി നിങ്ങൾക്ക് വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ, ലാർജസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത്, വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ ഈ 75-ൽ കൂടെ എന്ത് ചെയ്യുക? എത്ര എണ്ണം ഉണ്ട് നോക്കുക. 6 എണ്ണം അല്ലെ? എത്ര എണ്ണം ഉണ്ട്? 6 സംഖ്യകളാണ് ഉള്ളത് അല്ലെ? 6 സംഖ്യ, 6-ൽ നിന്നും 1 കുറച്ചത് കൂട്ടുക. 6-ൽ നിന്നും 1 കുറച്ചത് കൂട്ടുക, വലുത് കണ്ടുപിടിക്കാൻ. ഇത് ഇരട്ട സംഖ്യകൾക്കും ഒറ്റ സംഖ്യകൾക്കും മാത്രമേ ചെയ്യാവൂ കേട്ടോ. തുടർച്ചയായ എണ്ണൽ സംഖ്യകൾക്ക് ചെയ്യരുത്, തെറ്റും. അപ്പൊ ഇത് എത്ര കിട്ടും? 75 + 5 80 എന്ന് കിട്ടും. സ്മോളസ്റ്റ് കണ്ടുപിടിക്കാനോ, ചെറുത് കണ്ടുപിടിക്കാൻ 75-ൽ നിന്നും മൈനസ് ചെയ്യുക ചെയ്യേണ്ടത്. ഇത് തന്നെ, 6 - 1. ഈ 6 എവിടെ നിന്നാണോ കിട്ടിയത്? 6 ഇരട്ട സംഖ്യകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. 75 - 5 70. സംഭവം പിടി കിട്ടിയോ? ഇരട്ട സംഖ്യകൾക്കും ഒറ്റ സംഖ്യകൾക്കും മാത്രമേ ചെയ്യാവൂ, എണ്ണൽ സംഖ്യകൾക്ക് ചെയ്യരുത്, തെറ്റും. ഓക്കെ, ഇതാണ് ഒരുപാട് മെത്തേഡുകൾ പഠിച്ചാലുള്ളൊരു കുഴപ്പം. ചിലതിലൊന്നും ചിലത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ചിലതിൽ പറ്റും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് തെറ്റിപ്പോകും. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തത് നോക്കി. അങ്ങനെയാണെങ്കിൽ ആ ഫോമിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ചോദ്യം, 12ാമത്തെ ചോദ്യം. തുടർച്ചയായ 8 ഒറ്റ സംഖ്യകളുടെ ശരാശരി 38 ആണ് എങ്കിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? വരച്ച് എണ്ണ നോക്കി ഒന്നും ചെയ്യണ്ട, സിമ്പിൾ ആയിട്ട് ചെയ്യാം. എങ്ങനെയാ? 38 ആണ് ശരാശരി. വലിയ സംഖ്യ കണ്ടുപിടിക്കേണ്ടത് കൂട്ടണം 8 - 1 7 അല്ലെ? 38 ആണ് സംഖ്യ ശരാശരി, പ്ലസ് വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ പ്ലസ് ചെയ്യാണ് വേണ്ടത്. 8 സംഖ്യകളാണ് ഉള്ളത്, 8 - 1. 38 + 7 45 എന്ന് കിട്ടും അല്ലെ? 45 എന്ന് കിട്ടും. ശരിയാണോ? സംഭവം പിടികിട്ടിയോ? ഇത് വലിയ സംഖ്യ ആയതുകൊണ്ടാണ്. ചെറിയ സംഖ്യ ആണെങ്കിൽ 38 - 8 - 1 ചെയ്യണം അല്ലെ? 38 - 7 ചെയ്താൽ 31 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? കൺഫ്യൂഷൻ ഇല്ലല്ലോ? എളുപ്പമാണ്. ഒറ്റ സംഖ്യകളും ഇരട്ട സംഖ്യകളും തുടർച്ചയായിട്ട് വരുന്നത് ശരാശരി കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. അടുത്തത് 13ാമത്തെ ചോദ്യം നോക്കൂ. പെട്ടെന്ന് കമന്റ് ചെയ്തു. തുടർച്ചയായ 10 ഒറ്റ സംഖ്യകളുടെ ശരാശരി 116 ആയാൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 116 - 10 - 1. 116 - 9 എത്ര കിട്ടും? 107 അല്ലേ? 107 മൈനസ് ചെയ്യാനാണോ അത്രയും സമയം? സോറി, 107.
107. ഓക്കെ അല്ലേ? 14. ഓക്കെ, ആ ടൈപ്പ് കഴിഞ്ഞു കേട്ടോ. ഇനി വേറെ ടൈപ്പ്. അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത കാറ്റഗറി നോക്കൂ. സിമ്പിളായിട്ട് ചെയ്യാനുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് അറിയാവുന്ന മെത്തേഡുകളിൽ നിങ്ങൾ ചെയ്ത് നോക്കുക, എന്നിട്ട് ആൻസർ പറയൂ. 4 പേരുടെ ശരാശരി വയസ്സ് 25 അഞ്ചാമതൊരാൾ വന്നു ചേർന്നാൽ ശരാശരി വയസ്സ് 26 എങ്കിൽ അഞ്ചാമന്റെ വയസ്സ് എത്രയാണ്? അഞ്ചാമത്തെ വയസ്സ് എത്രയാണ്? 30 ഉത്തരം. 30 ഉത്തരം. എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? 4 പേരുണ്ടായിരുന്നു, ശരാശരി വയസ്സ് 25. അപ്പൊ ആകെ വയസ്സ് 100 അല്ലെ? അഞ്ചാമതൊരാൾ വന്നു അല്ലെ? അഞ്ചാമതൊരാൾ വന്നു, ശരാശരി വയസ്സ് 26 മൾട്ടിപ്ലൈ ചെയ്താൽ 100 അല്ലെ? 6 30 10 100. ശരിയല്ലേ? ഇത് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 30 കിട്ടും. ആ പുതിയതായിട്ട് വന്ന ആളുടെ വയസ്സ് ആവറേജ് എത്രയാണ്? 30 നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് കൺവെൻഷണൽ ആയിട്ടുള്ള മെത്തേഡ്. ശരിയല്ലേ? ഇത് നിങ്ങൾ പഠിക്കുന്ന മെത്തേഡാണ് കൺവെൻഷണൽ മെത്തേഡ്. ഞാൻ നേരത്തെ മുമ്പ് നമ്മൾ പഠിച്ചു, ശരാശരി എന്ന് പറഞ്ഞാൽ എന്താണ്? തുല്യമായിട്ട് എല്ലാവർക്കും വീതിച്ചു കൊടുക്കുന്ന പ്രോസസ്സാണ് നമ്മൾ പറഞ്ഞു അല്ലെ? അപ്പൊ ആ ഒരു പ്രോസസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം? 4 പേരുടെ ശരാശരി വയസ്സ് 25. 4 പേരുടെ ശരാശരി വയസ്സ് 25. 5 ആളായപ്പോ ശരാശരി വയസ്സ് 26 എത്ര കൂടി? 1 കൂടി. അപ്പൊ ഈ 5 പേരുടെയും വയസ്സ് എത്രയായിട്ടുണ്ടാവും? ശരാശരി വയസ്സ് ഇപ്പൊ എത്രയായിട്ടുണ്ടാവും? 26 ആയിട്ടുണ്ടാവും. ശരിക്കും 4 പേരുടെ ശരാശരി വയസ്സ് 25 എന്ന് പറഞ്ഞാൽ കൺസെപ്റ്റ് വൈസ് നമ്മൾ എന്താ ചെയ്തേ? ആ 4 പേർക്കും വയസ്സ് എന്താക്കി? 25 25 25 25 25 ആവില്ല അവരുടെ വയസ്സ്, പക്ഷെ നമുക്ക് ഇങ്ങനെ അസ്യൂം ചെയ്യാം അല്ലെ? 25 അവരുടെ എല്ലാവരുടെയും വയസ്സ് എന്ന് വിചാരിക്കാം. അപ്പൊ ശരാശരി വയസ്സ് 25. ഓക്കെ, ഇനി ഒരാളും കൂടെ കൂടിയപ്പോ ശരാശരി വയസ്സ് എത്രയായി? 26. ആ വന്ന ആളുടെ വയസ്സ് 26 അല്ലെ? ഇനി ഇയാളുടെ വയസ്സ് 1 കൂടി, ഇയാളുടെ വയസ്സ് 1 കൂടി, ഇയാളുടെ വയസ്സ് 1 കൂടി, ഇയാളുടെ വയസ്സ് 1 കൂടി. എല്ലാവർക്കും 26 ആവണ്ടേ? നല്ല ശരാശരി 26 ആവുള്ളൂ. അപ്പൊ 26 + 4 30. മനസ്സിലായോ? 26 + 4 30. ഇതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? എത്ര വയസ്സാ കൂടിയത്? 1 വയസ്സാ കൂടിയത് അല്ലെ? നമ്മുടെ വന്ന ആളുടെ ശരാശരി വയസ്സ് 26 മിനിമം വേണം, കാരണം ശരാശരി കൂടുക ചെയ്തിട്ടുള്ളത്. അപ്പൊ വയസ്സ് വന്ന ആൾക്ക് കൂടുതലായിരിക്കും. അപ്പോൾ 26 മിനിമം വേണം. പ്ലസ് ഈ കാണുന്ന ഓരോരുത്തർക്കും എത്ര കൂടും? ഓരോന്ന് വയസ്സ് വെച്ച് കൂടും. 4 പേർക്ക് ഓരോ വയസ്സ് വെച്ച് കൂടും. അപ്പൊ എത്രയായി? 30. ഇങ്ങനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. മനസ്സിലായാൽ ഇത് അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ പഠിച്ചിട്ടുള്ളത് അത് തന്നെ ഉപയോഗിച്ചാൽ മതി. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തു നോക്കാം. നിങ്ങൾ ഇതിന് ഓൾഡ് ആവറേജ്, ന്യൂ ആവറേജ്, പ്ലസ് മൈനസ് എന്നൊക്കെ പറഞ്ഞ് ഫോമിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഇല്ലേ? അങ്ങനെ കുറെ ഫോമിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ആ ഫോമിൽ ഉപയോഗിക്കാം. ഈ ഫോമിലൊക്കെ ഉണ്ട് പറയുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നും ചില ആളുകൾക്ക്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഫോമിലൊന്നും ഇല്ലാണ്ട് പറഞ്ഞത്. ഈ കൺസെപ്റ്റ് മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഇത് കൂടുതലാവുന്ന കേസാണ് നമ്മൾ പറഞ്ഞത്. കുറഞ്ഞ കേസും ഇങ്ങനെ തന്നെ ചെയ്യാം, കുറയുന്ന കേസും ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. അതെങ്ങനെയാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തു നോക്കാലോ. ഇത് ഓക്കെ ആണോ ഈ മെത്തേഡ്? ഓക്കെ ആണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി. ഒരെണ്ണം കൂടെ ചെയ്തിട്ട് നിങ്ങൾ തീരുമാനിച്ചാൽ മതി ഓക്കെ ആണോ അല്ലയോ എന്നുള്ളത്. 15. ചോദ്യം. 4 പേരുടെ ശരാശരി വയസ്സ് 24. അഞ്ചാമതൊരാൾ കൂടി വന്നു ചേർന്നപ്പോൾ ശരാശരി വയസ്സ് 28 എങ്കിൽ അഞ്ചാമന്റെ വയസ്സ് എത്രയാണ്? അഞ്ചാമത് വന്ന ആളുടെ വയസ്സ് എത്രയാണ്? 4 പേരുടെ ശരാശരി വയസ്സ് 24. അഞ്ചാമത് ആൾ കൂടെ വന്നപ്പോൾ ശരാശരി കൂടി അല്ലെ? 24 എന്നുള്ളത് 28 ആയിട്ട് കൂടി. അപ്പൊ വന്ന ആളുടെ വയസ്സ് മിനിമം 28 ഉണ്ടാവും. ഇനി എത്രയാ കൂടിയത് നോക്കൂ. 2 വയസ്സാ കൂടിയത് അല്ലെ? എത്ര പേർക്ക് 2 വയസ്സ് കൂടിയിട്ടുണ്ടാവും? 28 നമ്മൾ എടുത്തിട്ടുള്ള വന്ന ആളുടെ വയസ്സെങ്കിൽ ബാക്കി 4 പേർക്ക് 4 വയസ്സ് വെച്ച് കൂടിയിട്ടുണ്ടാവും. 16 വയസ്സ് വെച്ച് കൂടിയിട്ടുണ്ടാവും അല്ലെ? അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 28 + 16 44. 44. ഫോർമുലയും വേണ്ട, ഒന്നും വേണ്ട, ഡയറക്റ്റ് നോക്കി നിങ്ങൾ ചെയ്യാം. 4 പേരുടെ ശരാശരി വയസ്സ് 24.
അഞ്ചാമതൊരാളും കൂടെ വന്നപ്പോൾ ശരാശരി 28. 4 വയസ്സ് കൂടി. കൂടിയതായതുകൊണ്ട് 28 എന്ന് പറഞ്ഞാൽ കൂടിയ ശരാശരി എടുക്കുക, പുതിയ ആളുടെ ശരാശരി വയസ്സ് എടുക്കുക, പ്ലസ് 4 പേർക്ക് 4 വയസ്സ് വെച്ച് കൂടും, അത് ഇതിൻ്റെ കൂടെ കൂട്ടുക. 28 പ്ലസ് 44. 28 പ്ലസ് 16 44. ഓക്കെ ആണോ? ഈ ഒരു മെത്തേഡ് ഓക്കെ ആണോ? പഠിക്കാൻ പറ്റുമോ? ഇത് മുമ്പ് കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ഇതറിയാവുന്ന മെത്തേഡാണോ? നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ ചെയ്യുന്നത്? ഓക്കെ ആണ്, ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ കേൾക്കുന്നത്. ഓക്കെ, പറ്റുമെങ്കിൽ മാത്രം ആക്സെപ്റ്റ് ചെയ്താൽ മതി. അതെന്താ വെച്ചാൽ ഓരോ ക്ലാസ്സിൽ നിങ്ങൾ പോകുമ്പോഴും ഓരോരുത്തരും ഓരോ മെത്തേഡ് പറയും. എന്നിട്ട് അവസാനം ആ മെത്തേഡ് എന്തായിരുന്നു, ഈ മെത്തേഡ് എന്തായിരുന്നു, എക്സാം ഹാളിൽ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കും. ആകെ നമുക്ക് ഓർമ്മ ഉണ്ടാവണ മെത്തേഡ് എന്താ? ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം ഓർമ്മയുണ്ടാവും. 4 പേരുടെ ശരാശരി വയസ്സ് 24. അപ്പം 4 × 24. 5 പേരുടെ ശരാശരി വയസ്സ് 28 മൈനസ് ചെയ്യുക. ഇത് ഒരു കാരണവശാലും നിങ്ങൾ മറക്കാതിരിക്കുക. ഇതെല്ലാവർക്കും ഓർമ്മയുണ്ടാവും വേണം. ഓക്കെ, ഷോർട്ട് കട്ട് നിങ്ങൾ പഠിക്കാതിരിക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. എക്സാം ഹാളിൽ ചിലപ്പോൾ നമ്മുടെ തലയിൽ ആദ്യം ഇതായിരിക്കും വരിക. അന്ന് ഞാൻ അങ്ങനെ ഒരു മെത്തേഡ് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല. നമുക്ക് ഈ സാധനം എന്തായാലും ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ? ശരാശരി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നിങ്ങൾ ഫസ്റ്റ് മെത്തേഡേ പറ്റൂ. ശരാശരി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് കൃത്യമായിട്ട് ഓർമ്മയുണ്ടെങ്കിൽ ശരാശരിയിൽ ഏത് ചോദ്യം നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ നമ്മൾ കുറച്ചും കൂടെ എളുപ്പത്തിൽ സ്പീഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇമാതിരി കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇതിങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, പോലീസ് പിടിക്കൊന്നുമില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സൗകര്യം പോലെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ സ്പീഡിൽ ചെയ്താൽ കുറച്ച് കൂടുതൽ അഡ്വാൻറ്റേജ്. സംഭവം ശരിയാണ്, സ്പീഡിൽ കൂടുതൽ ചെയ്താൽ കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പക്ഷേ സ്പീഡിൽ കൂടി ചെയ്ത് നമ്മൾ തെറ്റിക്കാതിരിക്കണം, അത് നമ്മൾ ശ്രദ്ധിക്കണം. സ്പീഡ് വലിയൊരു ഫാക്ടർ തന്നെയാണ് അല്ലേ? സ്പീഡ് വലിയൊരു ഫാക്ടർ തന്നെയാണ്. വലിയ നമ്പറൊക്കെ ഗുണിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം എടുക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം അതുകൊണ്ടാണ് ഇതുപോലത്തെ ഷോർട്ട് കട്ടുകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നതും പഠിക്കുന്നതും. ശരിയല്ലേ? അപ്പോൾ നോക്കുക, ട്രൈ ചെയ്യുക, പറ്റുന്ന പോലെ ചെയ്യുക. നിങ്ങൾ ഏതാണോ മെത്തേഡ് പഠിച്ചു വെച്ചേക്കണത് അത് തന്നെ പഠിച്ചാൽ മതി. ഞാൻ പറഞ്ഞുകൊണ്ട് ഇനി മാറ്റമൊന്നും വേണ്ട. 16ാമത്തെ ചോദ്യം. 16 നോക്കാം. ഒരു ക്ലാസ്സിൽ 25 കുട്ടികളുടെ ശരാശരി വയസ്സ് 14 ആകുന്നു. ഓക്കെ, ഒരു കുട്ടിയെ കൂടി നമ്മൾ ക്ലാസ്സിലേക്ക് ചേർത്തു. അപ്പൊ ശരാശരി വയസ്സ് എത്രയായി? 14.5 ആയി. അങ്ങനെയാണെങ്കിൽ അധികമായിട്ട് വന്ന കുട്ടിയുടെ വയസ്സ് എത്രയാണ്? ലോജിക്കലി ചെറിയ കുഴപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത് അല്ലേ? പക്ഷെ എന്നാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമുക്ക് മാത്സ് അല്ലേ, നമ്മൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താൽ മതി. നമ്മൾ അതിൻ്റെ ലോജിക് ഒന്നും ആലോചിക്കണ്ട. യെസ്, 27 അല്ലേ? 27. എങ്ങനെയാ അത് 27 എന്ന് കിട്ടിയത്? 25 കുട്ടികൾ. ഈ 25നും 26നും പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല കേട്ടോ. ഉണ്ട്, ഇല്ല എന്നല്ല. 14 ശരാശരി വയസ്സ്. 26ാമത്തെ ഒരു കുട്ടിയും കൂടെ വന്നപ്പോൾ 14.5 ആയി. എത്രയാ കൂടിയത്? 0.5 കൂടിയത് അല്ലേ? എത്ര പേർക്ക് 0.5 വെച്ച് കൂട്ടണം? പഴയ അവിടെ ഉണ്ടായിരുന്ന 25 പേർക്ക് 0.5 വെച്ച് കൂട്ടണം. ഏതിൻ്റെ കൂടെ? ഈ 26ാമൻ്റെ 14.5ൻ്റെ കൂടെ. 26ാമൻ്റെ 14.5ൻ്റെ കൂടെ 25 പേർക്കും 0.5 വെച്ച് കൂട്ടാം. 25 പേർക്ക് 0.5 വെച്ച് കൂട്ടിയാൽ 25ൻ്റെ പകുതി എത്രയോടോ? 12.5 അല്ലേ? 14.5 12.5ൻ്റെ കൂടെ കൂട്ടിയാൽ നമുക്ക് ആൻസർ ആയി 27. ഓപ്ഷൻ ഡി 27. ഓക്കെ ആണോ? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ? സിമ്പിൾ അല്ലേ കാര്യങ്ങൾ? നിങ്ങൾ കൺവെൻഷണൽ മെത്തേഡിൽ ചെയ്തോളൂ കേട്ടോ. വേറെ ഏതെങ്കിലും മെത്തേഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ചെയ്തോളൂ. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഇത് ഒന്നും പഠിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഇത് പഠിക്കാം. ഒരു മെത്തേഡും പഠിക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഇത് പഠിക്കാം.
ഓക്കെ, അടുത്തത് 18ാമത്തെ ചോദ്യം നോക്കൂ. ഒരു ക്ലാസ്സിലെ 30 കുട്ടികളുടെ ശരാശരി പ്രായം 14 വയസ്സാണ്. ക്ലാസ്സിൽ അധ്യാപകന്റെ പ്രായം കൂടി ചേർത്തപ്പോൾ ശരാശരി പ്രായം 15 ആയെങ്കിൽ അധ്യാപകന്റെ പ്രായം എത്രയാണ്? ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും പ്രതീക്ഷിക്കാം കേട്ടോ. ഇത് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് നിങ്ങൾ വിചാരിക്കുകയും ചെയ്യരുത്. കാരണം ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ചോദ്യ പേപ്പറുകളിൽ വരെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പണ്ട് മുതലേ ഉള്ള ചോദ്യമാണ്. അതുകൊണ്ട് ഇതൊന്നും ചോദിക്കില്ല എന്ന് വിചാരിക്കരുത്. ഇതൊക്കെ ചോദിക്കും. കാരണം SCRT ടെക്സ്റ്റ് ബുക്ക് മാറ്റിയിട്ടില്ല. ഇപ്പോഴും SCRT ടെക്സ്റ്റ് ബുക്കിൽ ഇതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഉള്ളത്. ഇത് ഡയറക്റ്റ് ഫ്രം SCRT ടെക്സ്റ്റ് ബുക്ക് ആണ് കേട്ടോ ഈ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ SCRT ടെക്സ്റ്റ് ബുക്കിലെ 6ാം ക്ലാസ്സിലെ ശരാശരി എന്ന് പറഞ്ഞ ചാപ്റ്ററിലുള്ള അതേ ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് ഇത്ര ധൈര്യമായിട്ട് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ എൻ്റെ മോൻ കഴിഞ്ഞ വർഷം 6ാം ക്ലാസ്സിലായിരുന്നു. അവൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ്. ഓപ്ഷൻ ഡി ആണ് 45 വയസ്സ് അല്ലെ. 30 കുട്ടികളുണ്ട്, ശരാശരി 14. അധ്യാപകൻ വന്നു, 31ാമത്തെ ആൾ വന്നപ്പോൾ 15. 1 വയസ്സ് വെച്ച് കൂടി. അധ്യാപകന്റെ വയസ്സ് മിനിമം 15 വേണം. പിന്നെ ഓരോ വയസ്സും എത്ര പേർക്ക് വെച്ച് കൂടും? 30 പേർക്ക് വെച്ച് ഓരോ വയസ്സ് കൂടും. അപ്പൊ 15 + 30 45 ആണ് വന്ന അധ്യാപകന്റെ പ്രായം. 45. ശരിയല്ലേ? ഓക്കെ ആണല്ലോ. അടുത്തത് 19ാമത്തെ ചോദ്യം നോക്കൂ. നമ്പർ മാറിയിടൂ. ഇത് 17 അല്ലേ? 18. 4 പേരുടെ ശരാശരി വയസ്സ് 15. 5ാമതൊരാൾ വന്നു ചേർന്നപ്പോൾ ശരാശരി 16. എങ്കിൽ 5ാമത്തെ വയസ്സ് എത്രയാണ്? 5ാമതായി വന്ന ആളുടെ വയസ്സ് എത്രയാണ്? ഒബ്വിയസ്ലി 20 അല്ലെ. 4 പേര്, ശരാശരി വയസ്സ് 15. 5ാമതൊരാൾ വന്നപ്പോ വയസ്സ് 16. കൂട്ടിയ 1. 16ന്റെ കൂടെ എത്ര കൂട്ടണം? 1 വെച്ച് കൂട്ടണം. എത്ര പേർക്ക്? 4 പേർക്ക് കൂട്ടണം. എന്നാലേ ആവറേജ് നമുക്ക് എന്താക്കി എഴുതാൻ പറ്റുള്ളൂ? 16 ആക്കി എഴുതാൻ പറ്റുള്ളൂ അല്ലെ. എത്ര കിട്ടും? 20. ഉത്തരം 20. ഓക്കെ, ക്ലിയർ? കൺഫ്യൂഷൻ ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. 19. 10ാം ക്ലാസ്സിലെ 10 കുട്ടികളുടെ ശരാശരി പ്രായം 15 വയസ്സാണ്. ക്ലാസ് അധ്യാപികയുടെ പ്രായം കൂടി ചേർത്തപ്പോൾ ശരാശരി പ്രായം 16 ആകും. എങ്കിൽ അധ്യാപികയുടെ പ്രായം എത്രയാണ്? 16 + 1 × 10 അല്ലെ, 26. ശരിയാണോ? 16 + 1 × 10 26. പുതിയ ശരാശരി പ്ലസ് വ്യത്യാസം ഇൻറ്റു പഴയ ശരാശരി അല്ലെ, പഴയ എണ്ണം. അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ നിങ്ങൾ ഫോമുല പഠിച്ചിട്ടില്ലേ? പുതിയ ശരാശരി പ്ലസ് വ്യത്യാസം, ശരാശരികളുടെ വ്യത്യാസം ഇൻറ്റു പഴയ എണ്ണം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഫോമുല പഠിച്ചിട്ടുണ്ടാവും. സംഗതി അത് തന്നെയാണ് കേട്ടോ. യെസ്, 26 ആണ് ആൻസർ. 26 ആണ്. എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ബുദ്ധിമുട്ടില്ല ചെയ്യാൻ. അടുത്തത് 20ാമത്തെ ചോദ്യം നോക്കൂ. 20ാമത്തെ ചോദ്യം. ഒരു ക്ലാസ്സിലെ 11 കുട്ടികളുടെ ശരാശരി ഭാരം 30 കിലോഗ്രാം ആണ്. ഒരു കുട്ടി കൂടി വന്നു ചേർന്നപ്പോൾ ശരാശരി ഭാരം 32 കിലോഗ്രാം ആയി മാറിയെങ്കിൽ പുതുതായി വന്ന കുട്ടിയുടെ ഭാരം എത്രയാണ്? പുതുതായിട്ട് വന്ന കുട്ടിയുടെ ഭാരം എത്രയാണ്? എത്രയാ? 54 കിലോഗ്രാം അല്ലെ. എങ്ങനെ എഴുതും? പുതുതായിട്ട് വന്ന കുട്ടിക്ക് മിനിമം 32 കിലോഗ്രാം ഭാരം വേണം. പ്ലസ് 2 കിലോഗ്രാം 11 പേർക്ക് വെച്ച് കൂടണം അല്ലെ. 2 കിലോഗ്രാം 11 പേർക്ക് വെച്ച് കൂടുക. 32ന്റെ തിരിച്ചാണ് എഴുതുന്നത്. 32ന്റെ കൂടെ നമ്മൾ 22 കൂട്ടുക. 54 കിലോഗ്രാം. ഓപ്ഷൻ എ, 54 കിലോഗ്രാം. യെസ്, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ബുദ്ധിമുട്ടില്ലാത്ത ക്വസ്റ്റ്യനാണ് അധികം. 21ാമത്തെ ചോദ്യം. ഒരു ക്ലാസ്സിലെ 20 കുട്ടികളുടെ ശരാശരി ഭാരം 35 കിലോഗ്രാം ആണ്. ക്ലാസ് അധ്യാപിക കൂടി പരിഗണിച്ചാൽ ഭാരം 2 കിലോഗ്രാം കൂടുന്നു. എങ്കിൽ അധ്യാപികയുടെ ഭാരം എത്രയാണ്?
ചെയ്തു നോക്കാം. എത്ര വരും? യെസ്, ലോജിക് ഒന്നും നിങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തരുത് കേട്ടോ. ചില സ്ഥലത്തൊക്കെ ലോജിക്ക് നമ്മളോട് പിന്നിലേക്ക് ചോദിക്കും. സ്കൂളിലെ കാര്യമാണ്, ക്ലാസ്സിലെ കാര്യമാണ് എന്നൊക്കെ ചോദിച്ചാൽ 77 വയസ്സുള്ള അധ്യാപിക ക്ലാസ്സിൽ ഉണ്ടാവില്ല, റിട്ടയറായി പോയിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, അപ്പൊ 20 കുട്ടികള്, ശരാശരി ഭാരം 35 കിലോഗ്രാം. 21 ആളായപ്പോൾ ശരാശരി 2 കിലോഗ്രാം കൂടി അല്ലേ? 37 കിലോഗ്രാം ആയി. അത് വേണമെന്നില്ല, 2 കിലോഗ്രാം കൂടി എന്ന് മാത്രം എഴുതിയാൽ മതി. 37 കിലോഗ്രാം, 2 കിലോഗ്രാമാണ് കൂടിയത്. പുതിയ ആളുടെ ഭാരം 37 + 2 ഇൻറ്റു എത്ര പേർക്ക് വെച്ച് കൂടണം? 20 പേർക്ക് വെച്ച് കൂടാം. 37 + 40 77 ആയിരിക്കണം ഉത്തരം. 77 ഓപ്ഷൻ ബി ആണ് ഉത്തരം. ശരിയല്ലേ? അടുത്തത് 22ാമത് ചോദ്യം. ഒരു ക്ലാസ്സിലെ 9 കുട്ടികളുടെ ശരാശരി ഉയരം 160 സെന്റിമീറ്റർ ആണ്. ആ ക്ലാസ്സിൽ പുതുതായി ഒരു കുട്ടി കൂടി വന്നപ്പോൾ ശരാശരി ഉയരം 161 സെന്റിമീറ്റർ ആയി. എങ്കിൽ പുതുതായി വന്ന കുട്ടിയുടെ ഉയരം എത്രയാണ്? ഇത് ചെയ്ത് നോക്കാണ്ട് ആൻസർ എങ്ങനെയാണോ പറയാ? ഇത് ചെയ്ത് നോക്കാണ്ട് ആൻസർ എങ്ങനെയാ പറയാ? ഓപ്ഷൻ ഡി ആണ്. എങ്ങനെ ചെയ്ത് നോക്കാണ്ട് ആൻസർ പറയും? ഈ ഓപ്ഷൻ നോക്കിയാൽ ചെയ്ത് നോക്കാതെ നിങ്ങൾക്ക് ആൻസർ പറയാം. എങ്ങനെയാണ്? ചെയ്ത് നോക്കാണ്ട് എങ്ങനെ ആൻസർ പറയാം? ഓപ്ഷൻ ഡി ആണെന്നുള്ളത് 170 അല്ലേ? എന്തുകൊണ്ടാ? ശരാശരി ഉയരം 160 ആയിരുന്നു 9 കുട്ടികളുടെ. ഒരാളും കൂടെ വന്നപ്പോൾ ശരാശരി ഉയരം എത്രയായിട്ട് മാറി? 160 എന്നുള്ളത് കൂടി അല്ലേ? അത് തന്നെ, 160 എന്നുള്ളത് കൂടി. ശരിയല്ലേ? അപ്പൊ വന്ന ആളുടെ ഉയരം ഈ 160നേക്കാളും കൂടുതലായിരിക്കണം. 161നേക്കാൾ കൂടുതലായിരിക്കണം. വേണ്ടേ? നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. 160നേക്കാൾ 161നേക്കാൾ കൂടുതലുള്ളത് ആകെ 170 മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ 161നേക്കാൾ കുറവാണ്. അപ്പോൾ എല്ലാത്തിലും അങ്ങനെ പറയാൻ പറ്റില്ല. ചില കേസിൽ എല്ലാ ഓപ്ഷനും 161നേക്കാൾ കൂടുതലായിരിക്കും. 165, 166, 168, 170 അങ്ങനെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ചെയ്യരുത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് തന്നെ ചെയ്യാം. ചില കേസുകളിലൊക്കെ ഓപ്ഷനിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഇതൊക്കെയാണെങ്കിൽ ചെയ്ത് നോക്കാണ്ട് തന്നെ നമുക്ക് 170 ആൻസർ എന്ന് പറയാം. ഓക്കെ, അപ്പൊ 160 ശരാശരി ഭാരം. 161 ആവാൻ 1 കൂടിയത്. 161ന്റെ കൂടെ 1 എത്ര പേർക്ക് വെച്ച് കൂടും? 9 പേർക്ക് വെച്ച് കൂടും. 170 എന്ന് പറയുന്ന ഹൈറ്റ് നമുക്ക് കിട്ടും. ചിലതൊക്കെ ക്വസ്റ്റ്യൻ വേഗം ആൻസർ ചെയ്യാൻ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാം, ശ്രദ്ധിച്ചാൽ മതി. 23ാമത്തെ ചോദ്യം. ഒരു ക്ലാസ്സിലെ 35 കുട്ടികളുടെ ശരാശരി പ്രായം 15 ആണ്. അവരുടെ അധ്യാപികയുടെ പ്രായം കൂടി ചേർത്തപ്പോൾ 16 ആകും. എങ്കിൽ അധ്യാപികയുടെ പ്രായം എത്രയാണ്? എത്ര വരിക? 16ന്റെ കൂടെ എത്ര കൂട്ടണം? 35 കൂട്ടണം അല്ലെ? 16ന്റെ കൂടെ 35 കൂട്ടണം. സ്റ്റെക്കാണോ? കുറച്ചൊന്ന് സ്ലോ ആണ് അല്ലേ? അൻപത്തിയൊന്ന് അല്ലെ? 35 കുട്ടികള്, ശരാശരി 15. 36 വന്നപ്പോ ശരാശരി 16. 1 കൂടി 16 + 1 ഇൻറ്റു എത്ര പേർക്ക് കൂടണം? 35 പേർക്ക് കൂടണം. 16 + 35 51. 51 ഓക്കെ ആണ് അല്ലേ? യെസ്, റൈറ്റ്. ശരി, 24ാമത്തെ ചോദ്യം നോക്കൂ. 30 കുട്ടികളുള്ള ക്ലാസ്സിൽ ശരാശരി 12 വയസ്സാണ്.
പ്രായം. ക്ലാസ് ടീച്ചർ കൂടി വന്നപ്പോൾ ശരാശരി ഒന്നുകൂടി. ക്ലാസ് ടീച്ചറുടെ വയസ്സ് എത്രയാണ്? ക്ലാസ് ടീച്ചറുടെ വയസ്സ് എത്രയാണ്? യെസ്, ഓപ്ഷൻ എ ആണ് ആൻസർ വരിക അല്ലേ? ഓപ്ഷൻ എ ആണ് ആൻസർ. ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, റൈറ്റ്. ശരി, 43 വരും അല്ലേ? 12 എത്രയായി? 13ആയി. ഒന്നാണ് കൂടിയത്. ഇവിടെ 30 കുട്ടികൾ ഉണ്ടായിരുന്നു. ഇവിടെ 31ാമത്തെ ആൾ വരും. 13 പ്ലസ് 1 ഇൻറ്റു 30, 43. ഓപ്ഷൻ എ. ഓക്കെ, അടുത്തത്. അപ്പോൾ ഇത് ഓക്കെ ആണല്ലോ? ഏകദേശം കുഴപ്പങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കണം. 25ാമത്തെ ചോദ്യം ഒരെണ്ണം കൂടി ഉണ്ട്. 25 നോഡിലുള്ളൂ. 2 കൂടി ഉണ്ട്. 3 കൂടി ഉണ്ടോ? ഓക്കെ, നോക്കാം. ഒരു 3 ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് ഇതേപോലെ. നോക്കി നോക്കൂ. 1ാം ക്ലാസ്സിലെ 9 കുട്ടികളുടെ ശരാശരി പ്രായം 5 വയസ്സാണ്. ടീച്ചറുടെ പ്രായം കൂടി ചേർത്താൽ ശരാശരി പ്രായം 7 വയസ്സാണ്. എങ്കിൽ ടീച്ചറുടെ പ്രായം എത്രയാണ്? യെസ്, എത്രയാണ്? 5 എത്രയായി മാറി? 7ആയി. 2 കൂടിയത്. അപ്പൊ 7 പ്ലസ് 2 എത്ര പേർക്ക് വെച്ച് കൂടണം? 9 പേർക്ക് വെച്ച് കൂടണം. 7 പ്ലസ് 18 25. ഓപ്ഷൻ സി ആണ് ഉത്തരം വരിക. ഓക്കെ, ഓപ്ഷൻ സി. 26ാമത്തെ ചോദ്യം നോക്കൂ. ഒരു ക്ലാസ്സിലെ 40 കുട്ടികളുടെ ശരാശരി വയസ്സ് 11ആണ്. ടീച്ചറുടെ വയസ്സ് കൂടി ചേർത്തപ്പോൾ ശരാശരി 1 കൂടി. എങ്കിൽ ടീച്ചറുടെ വയസ്സ് എത്രയാണ്? 12 പ്ലസ് 40 ഇൻറ്റു 1, 52. ഓപ്ഷൻ ഡി അല്ലേ? ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. പെട്ടെന്ന് നോക്കി തന്നെ ചെയ്യാലോ. വേഗം വേഗം ചെയ്യാൻ പറ്റും. പറ്റണം അങ്ങനെ ചെയ്യാൻ പറ്റണം നമുക്ക്. ഒരെണ്ണം കൂടി. 26, ഒരു 27. 8 കുട്ടികളുടെ ഉയരങ്ങളുടെ മാധ്യം എന്നൊക്കെ പറഞ്ഞാൽ എന്തിനാണ്? ശരാശരിയാണ് കേട്ടോ. ആവറേജ് ആണ്. 152 സെന്റിമീറ്റർ ആണ്. ഒരു കുട്ടി കൂടി വന്നപ്പോൾ ആ ശരാശരി 151 സെന്റിമീറ്റർ ആയി. എങ്കിൽ വന്നു ചേർന്ന ആളുടെ ഉയരം എത്രയാണ്? വന്നു ചേർന്ന ആളുടെ ഉയരം എത്രയാണ്? അപ്പൊ എന്തായിരിക്കും ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 152 സെന്റിമീറ്റർ ആണ് ഇവിടെ ശരാശരി. അത് എത്രയായി മാറി? 151 മാറി. ശരാശരി കുറഞ്ഞു അല്ലെ? അപ്പൊ വന്ന ആളുടെ ശരാശരി ഏതിനേക്കാളും കുറവായിരിക്കും? 152 ഉയരം 152 കുറവായിരിക്കും. ശരിയല്ലേ? 152 കുറവായിട്ടുള്ള ഒരെണ്ണേ ഉള്ളെങ്കിൽ അത് നിങ്ങൾക്ക് എഴുതാം. പക്ഷെ ഇവിടെ കുറെ ഓപ്ഷൻസ്, എല്ലാ ഓപ്ഷൻസും 152 കുറവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതേ പ്രോസസ്സ് തന്നെ നോക്കിക്കോളൂ കേട്ടോ, ശ്രദ്ധിച്ചോളൂ. 8 കുട്ടികള്, ശരാശരി 152. ഒരു കുട്ടി കൂടെ വന്നു, ശരാശരി 151. എത്രയാണ് മാറ്റം? 1 മാറ്റം അല്ലെ? യെസ്, കറക്റ്റ് ആണ്. അപ്പൊ 151 എന്ന പ്രായത്തിൽ നിന്നും നിങ്ങൾ ഒരു വയസ്സ് എത്ര പേർക്ക് വെച്ച് കുറയ്ക്കണം? 8 പേർക്ക് വെച്ച് കുറയ്ക്കണം. ഒരു വയസ്സ് എത്ര പേർക്ക് വെച്ച് കുറയ്ക്കണം? 8 പേർക്ക് വെച്ച് കുറയ്ക്കണം. അപ്പൊ എത്ര വരും? 151 മൈനസ് 8, 143. 143 ഓപ്ഷൻ ഡി. കൂട്ടുന്ന പോലെ തന്നെ കുറയ്ക്കുക, അത്രേ ഉള്ളൂ. വേറെ മാറ്റമൊന്നുമില്ല. കൂട്ടുന്ന പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? കുറയ്ക്കുക. നേരത്തെ കൂട്ടലായിരുന്നു, ഇപ്പൊ കുറച്ചു, അത്രേ ഉള്ളൂ. ഓക്കെ, ഇവിടെ എന്താ കുറഞ്ഞത്? ശരാശരിയാണ് കുറഞ്ഞത് അല്ലെ? ശരാശരിയാണ് ഇവിടെ
കുറഞ്ഞത്. നേരത്തെ ശരാശരി കൂടി, ഇവിടെ ശരാശരി കുറഞ്ഞു. അപ്പൊ നമ്മൾ കൂട്ടുന്നതും കുറയ്ക്കുന്നതും ഒക്കെ ഇവിടെ തന്നെയാണ്, പുതിയ ശരാശരിയിൽ നിന്ന് തന്നെയാണ് കേട്ടോ. അതിൽ മാറ്റമൊന്നുമില്ല. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കൂ. 28ാമത്തെ ചോദ്യം. 10 സംഖ്യകളുടെ മാധ്യം 50 ആണ്. ഇതിൽ നിന്നും ഒരു സംഖ്യ മാറ്റിയപ്പോൾ മാധ്യം 54 എങ്കിൽ മാറ്റിയ സംഖ്യ ഏതാണ്? ശ്രദ്ധിച്ച് ചെയ്തോളൂ. ഇതിപ്പോൾ മാറ്റുന്ന കാര്യമാണ്, ഒഴിവാക്കുന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മൾ രണ്ട് രീതിയിലും രണ്ട് ക്വസ്റ്റൻ ആയിട്ട് പറയുന്നത്. ശ്രദ്ധിച്ച് പറയുക ആൻസർ. 10 സംഖ്യകളുണ്ട്. 10 സംഖ്യകൾ, ശരാശരി 50 ആണ്. ഓക്കെ, അതിന്ന് ഒരാളെ മാറ്റി, ഒരു സംഖ്യയെ മാറ്റി 9 സംഖ്യയാക്കി, ശരാശരി 54 ഓക്കെ, അപ്പൊ ഇവിടെയുള്ള ഡിഫറൻസ് എത്രയാ? 4 കൂടുക ചെയ്തത് അല്ലെ? ശരാശരി 4 കൂടുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ മാറ്റിയ ആളുടെ ആ മാറ്റിയ സംഖ്യ ഏതാണ് എന്നാ ചോദ്യം അല്ലെ? മാറ്റിയ സംഖ്യ. യെസ്, കറക്റ്റാണ്. എല്ലാവർക്കും ആൻസർ കിട്ടുന്നുണ്ട്. എങ്ങനെ നമുക്ക് മൈനസ് ചെയ്യാം? ഇവിടെ ആളുടെ എണ്ണം കുറഞ്ഞതുകൊണ്ട് നിങ്ങൾ ആദ്യം ഉണ്ടായിരുന്ന ശരാശരി, പഴയ ശരാശരിയിൽ നിന്ന് വേണം മൈനസ് ചെയ്യാൻ. ആളുടെ എണ്ണം കുറവാണ്. ഓക്കെ, ശരാശരി അല്ല കുറയുന്നത്, ആളുടെ എണ്ണമാണ് കുറയുന്നത്. അപ്പൊ പഴയ ശരാശരിയിൽ നിന്ന് വേണം നിങ്ങൾ മൈനസ് ചെയ്യാൻ. എന്താ മൈനസ് ചെയ്യണ്ടേ? 4 ഡിഫറൻസ് മൈനസ് ചെയ്യണം. എത്ര പേർക്ക് വെച്ച് മൈനസ് ചെയ്യണം? 10 എന്നുള്ളത് ഇപ്പൊ എത്രയായി? 9 ആയി. 9 പേർക്ക് മൈനസ് ചെയ്യണം. അപ്പൊ 50 മൈനസ് 36, 50 മൈനസ് 36 14. ഓപ്ഷൻ ഡി. ക്ലിയർ ആയോ? സംഗതി ക്ലിയർ ആണോ? ഒരെണ്ണം കൂടെ ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്നും കൂടെ. ഒരെണ്ണം കൂടി. പറയട്ടെ. 29 നോക്കി നോക്കൂ. 15 സംഖ്യകളുടെ ശരാശരി 35 ഇതിൽ നിന്നും ഒരു സംഖ്യയെ മാറ്റി, സംഖ്യയാണ് മാറ്റിയത്, ശരാശരി കുറഞ്ഞു, ശരാശരി 34 എങ്കിൽ മാറ്റിയ സംഖ്യ ഏതാണ്? മാറ്റിയ സംഖ്യ ഏതാണ്? ഇതേ പ്രൊസീജിയർ തന്നെ നിങ്ങൾ ആലോചിച്ചാൽ മതി, ചെയ്താൽ മതി, ഒരു മാറ്റവും വേണ്ട. പക്ഷെ ചെറിയ ഒരു ലോജിക്ക് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. 15 ആളുകള്, 35 ശരാശരി, ഒരാളെ മാറ്റി 14 ആളായി. അപ്പൊ നമ്മൾ മൈനസ് ചെയ്യണം എന്ന് തീരുമാനിച്ചു. ശരാശരി ഇവിടെ 35 എന്നുള്ളത് 34 ആയി. അപ്പൊ ശരാശരി ഇവിടെ 1 കുറയുകയാണ് ചെയ്തത് അല്ലെ? ശരാശരി 1 കുറഞ്ഞു, ആളുകളുടെ എണ്ണം 1 കുറഞ്ഞു, ശരാശരിയും 1 കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആളുടെ എണ്ണം കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? പഴയ ശരാശരി ആയിട്ടുള്ള 35 നിന്നും വേണം മൈനസ് ചെയ്യാൻ. ഓക്കെ, എത്രയാ മൈനസ് ചെയ്യണ്ടേ? 14 പേർക്കുള്ള ഡിഫറൻസ് 1 മൈനസ് ചെയ്യാം അല്ലെ? 14 പേർക്കുള്ള ഡിഫറൻസ് 1 മൈനസ് ചെയ്യുക. പക്ഷെ ആ 1 -1 ആയതുകൊണ്ട് ഇവിടെ -1 കൊടുക്കുക. 35 + 14 എത്ര കിട്ടും? 49. ശ്രദ്ധിച്ച് ചെയ്തോളൂ. ഇതിപ്പോ മാറ്റുന്ന കാര്യമാണ്, ഒഴിവാക്കുന്ന കാര്യമാണ്. ഇപ്പൊ നമ്മൾ രണ്ട് രീതിയിലും രണ്ട് ക്വസ്റ്റൻ ആയിട്ട് പറയുന്നത്. ശ്രദ്ധിച്ച് പറയുക ആൻസർ. 10 സംഖ്യകളുണ്ട്. 10 സംഖ്യകൾ, ശരാശരി 50. ഓക്കെ, അതിന്ന് ഒരാളെ മാറ്റി, ഒരു സംഖ്യയെ മാറ്റി 9 സംഖ്യയാക്കി, ശരാശരി 54 ഓക്കെ, അപ്പൊ ഇവിടെയുള്ള ഡിഫറൻസ് എത്രയാ? 4 കൂടുക ചെയ്തത് അല്ലെ? ശരാശരി 4 കൂടുകയാണ് ചെയ്തത്. അപ്പോ നമ്മൾ മാറ്റിയ ആളുടെ ആ മാറ്റിയ സംഖ്യ ഏതാണ് എന്നാ ചോദ്യം അല്ലെ? മാറ്റിയ സംഖ്യ. യെസ്, കറക്റ്റ് ആണ്. എല്ലാവർക്കും ആൻസർ കിട്ടുന്നുണ്ട്. എങ്ങനെ നമുക്ക് മൈനസ് ചെയ്യാം? ഇവിടെ ആളുടെ എണ്ണം കുറഞ്ഞതുകൊണ്ട് നിങ്ങൾ ആദ്യം ഉണ്ടായിരുന്ന ശരാശരി, പഴയ ശരാശരിയിൽ നിന്ന് വേണം മൈനസ് ചെയ്യാൻ. ആളുടെ എണ്ണം കുറവാണ്. ഓക്കെ, ശരാശരി അല്ല കുറയുന്നത്, ആളുടെ എണ്ണമാണ് കുറയുന്നത്. അപ്പൊ പഴയ ശരാശരിയിൽ നിന്ന് വേണം നിങ്ങൾ മൈനസ് ചെയ്യാൻ. എന്താ മൈനസ് ചെയ്യണ്ടേ? 4 ഡിഫറൻസ് മൈനസ് ചെയ്യണം. എത്ര പേർക്ക് വെച്ച് മൈനസ് ചെയ്യണം? 10 എന്നുള്ളത് ഇപ്പൊ എത്രയായി? 9 ആയി. 9 പേർക്ക് മൈനസ് ചെയ്യണം. അപ്പൊ 50 മൈനസ് 36, 50 മൈനസ് 36 14. ഓപ്ഷൻ ഡി. ക്ലിയർ ആയോ? സംഗതി ക്ലിയർ ആണോ?
ഒരെണ്ണം കൂടെ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഒന്നും കൂടെ. ഒരെണ്ണം കൂടി. പറയട്ടെ. 29 നോക്കി നോക്കൂ. 15 സംഖ്യകളുടെ ശരാശരി 35 ഇതിൽ നിന്നും ഒരു സംഖ്യയെ മാറ്റി. സംഖ്യയാണ് മാറ്റിയത്, ശരാശരി കുറഞ്ഞു. ശരാശരി 34 എങ്കിൽ മാറ്റിയ സംഖ്യ ഏതാണ്? മാറ്റിയ സംഖ്യ ഏതാണ്? ഇതേ പ്രൊസീജിയർ തന്നെ നിങ്ങൾ ആലോചിച്ചാൽ മതി, ചെയ്താൽ മതി. ഒരു മാറ്റവും വേണ്ട. പക്ഷെ ചെറിയ ഒരു ലോജിക്ക് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. 15 ആളുകൾ, 35 ശരാശരി. ഒരാളെ മാറ്റി 14 ആളായി. അപ്പോൾ നമ്മൾ മൈനസ് ചെയ്യണം എന്ന് തീരുമാനിച്ചു. ശരാശരി ഇവിടെ 35 എന്നുള്ളത് 34 ആയി. അപ്പൊ ശരാശരി ഇവിടെ 1 കുറയുകയാണ് ചെയ്തത്, അല്ലെ? ശരാശരി 1 കുറഞ്ഞു. ആളുകളുടെ എണ്ണം 1 കുറഞ്ഞു, ശരാശരിയും 1 കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആളുടെ എണ്ണം കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? പഴയ ശരാശരി ആയിട്ടുള്ള 35 നിന്നും വേണം മൈനസ് ചെയ്യാൻ. ഓക്കെ, എത്രയാ മൈനസ് ചെയ്യണ്ടേ? 14 പേർക്കുള്ള ഡിഫറൻസ് 1 മൈനസ് ചെയ്യാം, അല്ലെ? 14 പേർക്കുള്ള ഡിഫറൻസ് 1 മൈനസ് ചെയ്യുക. പക്ഷെ ആ 1 -1 ആയതുകൊണ്ട് ഇവിടെ -1 കൊടുക്കുക. 35 + 14 എത്ര കിട്ടും? 49. കറക്റ്റ് ആണോ? സംഗതി പിടികിട്ടിയോ? സംഗതി മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. 15 പേരുണ്ടായിരുന്നു, ശരാശരി 35. 14 ശരാശരിയും കുറഞ്ഞു, എണ്ണവും കുറഞ്ഞു. 34 ശരാശരി, അല്ലെ? അപ്പൊ ഇവിടെ ഒരു എണ്ണമാണ് ശരാശരിയിൽ നിന്ന് 1 കുറഞ്ഞത്. ഇങ്ങനെ എണ്ണം കുറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടേ? പഴയ ശരാശരിയിൽ നിന്നും മൈനസ് ചെയ്യാണ് വേണ്ടത്. പുതിയ എണ്ണം 14 ഇൻറ്റു എത്രയാണോ വ്യത്യാസം, അത് വ്യത്യാസം -1. അങ്ങനെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്കിവിടെ 49 എന്ന് കിട്ടുന്നത്. നിങ്ങളുടെ കയ്യിൽ മെത്തേഡുകൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാട്ടോ. ഒരു കൺഫ്യൂഷനും ഇല്ല, ഒരു പ്രശ്നമില്ല. അത് ഉപയോഗിച്ചാലും മതി, ഒരു മാറ്റവും ഇല്ല. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ ആണോ? ഇതിന്റെ 1-2 റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് നോക്കാം. അടുത്തത് 30ാമത്തെ ചോദ്യം. 5, 10, 15, 20, x എന്നീ സംഖ്യകളുടെ ശരാശരി 18 ആയാൽ എക്സിന്റെ വില എന്താണ്? 5, 10, 15, 20, x എന്നീ സംഖ്യകളുടെ ശരാശരി 18 ആയാൽ എക്സിന്റെ വില എന്താണ്? എക്സിന്റെ വില എത്രയാ? എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ എല്ലാം കൂടെ കൂട്ടുക, എന്നിട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ശരാശരി 18 ആണെന്ന് എഴുതുക, അല്ലെ? ഇനി ആ കൂട്ടി കിട്ടിയ സംഖ്യകൾ എക്സിന്റെ കൂടെ കൂട്ടാനുണ്ട്. ആ എക്സ് അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ മതി. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എക്സ് കണ്ടുപിടിക്കാം, അല്ലെ? നോക്കി നോക്കൂ. ഇതെല്ലാം കൂടെ കൂട്ടുക. 5 + 10 + 15 + 20 + x ബൈ എത്ര ഉണ്ട്? 1, 2, 3, 4, 5 എന്ന് പറയുന്നതാണ് 18. ഇതെല്ലാം കൂട്ടി എത്ര കിട്ടും? 20 + 15 35 + 5 40 50 + x ബൈ 5 = 18 എന്ന് കിട്ടും. ഇതിനെ അങ്ങോട്ട് ക്രോസ് ചെയ്തോളൂ. 50 + x = 18 × 5. 18 × 5 90 എന്ന് കിട്ടും, അല്ലെ? 90. അപ്പൊ x എത്രയാ? 90 - 50 40. 90 - 50 40. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ശരിയല്ലേ? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓക്കെ, ഇനി ഇത് ഇങ്ങനെ അല്ലാണ്ട് വേറെ എങ്ങനെ ചെയ്യാം? ഇതിപ്പോ ചെയ്യാൻ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, അല്ലെ? നിങ്ങൾക്ക് അറിയാലോ ഇത് ചെയ്യേണ്ട കാര്യം. ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് അറിയാം ശരാശരി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. വേറൊരു രീതിയും കൂടെ നിങ്ങൾ നോക്കൂ. പറ്റുമെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. 5, 10, 15, 20 x, അല്ലെ? ഈ സംഖ്യകളുടെ ശരാശരി 18 ആണ്. ഈ സംഖ്യകളുടെ ശരാശരി 18 ആണ്.
എക്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക വേണ്ടത് അല്ലേ. നിങ്ങൾ ഈ കാണുന്ന എല്ലാ സംഖ്യകളെയും ഒന്ന് 18 ആക്കാൻ എന്താ ചെയ്യേണ്ടത് നോക്കി നോക്കിയേ. എല്ലാ സംഖ്യകളെയും നമുക്ക് 18 ആക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 5നെ 18 ആക്കാൻ നമ്മൾ എന്ത് ചെയ്യും? 5നെ 18 ആക്കാൻ 13 കൂട്ടും അല്ലെ. 10നെ 18 ആക്കാൻ 8 കൂട്ടും. 15നെ 18 ആക്കാൻ 3 കൂട്ടും. 20നെ 18 ആക്കാൻ 2 കുറയ്ക്കും. എക്സിനെ 18 ആക്കണം എന്നുണ്ടെങ്കിൽ 18 തന്നെ കൂട്ടണം. ഇതെല്ലാം കൂടെ കൂട്ടി നോക്കിയേ, നമ്മുടെ ആൻസർ 40 എന്ന് കിട്ടും. നമ്മുടെ ആൻസർ 40 എന്ന് കിട്ടും. ഓക്കെ ആണോ? കൂട്ടി നോക്കൂ. 8ഉം 13ഉം 8ഉം 25, 25 28 കറക്റ്റല്ലോ. ശരിയല്ലേ? വ്യത്യാസമൊന്നുമില്ല, നമ്പേഴ്സ് ഒന്നും വ്യത്യാസമില്ലല്ലോ. ഇല്ല. 22 + 18 40 അല്ലേ. 22 + 18 40, 40 കിട്ടും മൊത്തം. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ മതി. 13 + 8 + 3 - 2 + 18 40 കിട്ടും. കറക്റ്റാ. ഓക്കെ, ഇങ്ങനെ ചെയ്യാം. നമുക്ക് തന്നിട്ടുള്ള സംഖ്യകളെയൊക്കെ എന്താക്കുക? നമ്മൾ 18 ആക്കുക. കാരണം നമ്മൾ പഠിച്ചു ആവറേജ് എന്ന് പറയുന്നത് എല്ലാവർക്കും തുല്യമായി വീതിച്ചു കൊടുക്കുന്ന പ്രോസസ് ആണെന്ന് പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ 5നെ 18 ആക്കണം, 10നെ 18 ആക്കണം, 15നെ 18 ആക്കണം, 20നെ 18 ആക്കണം, എക്സിനെ 18 ആക്കണം. അങ്ങനെ ആക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന സംഖ്യകളെല്ലാം കൂട്ടിയാൽ നമുക്ക് എക്സിന്റെ വില കിട്ടും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കണോ? അപ്പൊ ഏകദേശം ഒരു 30 ക്വസ്റ്റ്യൻ നമ്മൾ ഇന്ന് ചെയ്തിട്ടുണ്ട്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ആവറേജിന്റെ ഒരുവിധം ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് റീസെൻ്റ് ആയിട്ട് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്നും ചോദ്യങ്ങൾ ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. അത് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി അടുത്ത ക്ലാസ് നെക്സ്റ്റ് ബുധനാഴ്ച. ഓക്കെ, ക്ലാസ്സുകളുടെ എണ്ണം നമുക്ക് കൂട്ടാം കേട്ടോ. ഇടയ്ക്ക് വെച്ചൊന്ന് കൂട്ടാൻ നമുക്ക് ക്ലാസ്സുകളുടെ എണ്ണം പെട്ടെന്ന് തന്നെ നമുക്ക് അവസാനിപ്പിക്കുകയും ചെയ്യാം. ഓക്കെ, മാക്സിമം വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അത് നിങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കുക. അതിനകത്തുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പോസ്റ്റ് ചെയ്യുകയും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുകയോ ചെയ്യാം. നമുക്ക് ചെയ്യാനുള്ള ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ഞാൻ അതിനകത്ത് പോസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ ബൈ.